ഒന്ന് രണ്ട് പേരെ അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞേ. ഞാൻ അല്പനേരം പ്രസംഗിക്കാൻ പോവാം. എനിക്കെൻ്റെ ഉള്ളിലെ രോഗികൾക്കായി പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഐ ബിലീവ് ഇന്ന് ചിലത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനായി പോകുന്നു. ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ അടുത്തൊരു തുറവിയിലേക്ക് സ്വർഗം നിങ്ങളെ കൊണ്ടുവരുന്ന പകലാണ്. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ജീവിതം തലതിരിഞ്ഞു മാറുവാൻ പോകുന്നു, നിങ്ങളുടെ സ്ഥിതികൾ മാറാൻ പോകുന്നു. റൈറ്റ്. പലപ്പോഴും സക്സസ്സിനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നമ്മുടെ ലൈഫിൽ സക്സസ് ഇല്ല എന്ന് സ്വയം വേദനിക്കുന്നവരുമാണ് നമ്മൾ. കാരണം പലപ്പോഴും ആരുടെയെങ്കിലൊക്കെ തലയിലിടാനാണ് നമുക്കിഷ്ടം. ഇത് കാരണമോ അത് ശരിയാവാഞ്ഞേ, അത് കാരണമോ നടക്കാഞ്ഞേ, അയാൾ കാരണമാണ് ഇത് സാധ്യമാകാഞ്ഞത്, ഇത് കാരണമാണ് സംഭവിക്കാഞ്ഞത്. മറ്റാരുടെയൊക്കെ തലയിലിടാനാണ് ഇഷ്ടം. നമുക്ക് വിജയിക്കാൻ കഴിയാഞ്ഞതിനെ വേറൊരു ഭാഷയിൽ നമ്മൾ പറയും, ഇത് നമ്മുടെ തലവിധിയാണ്, ഇതൊന്നും ആരാലും മാറ്റാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ തലവിധിയുടെ പേരിലിടും, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും തലയിലിടും. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും. പക്ഷെ ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ വിജയം മുഴുവൻ നിങ്ങളുടെ അറിവിനോട് ബന്ധിക്കപ്പെട്ട, നിങ്ങളുടെ തോൽവിയുടെ കാരണം വാസ്തവത്തിൽ ദൈവമല്ല, സത്യത്തിൽ പറഞ്ഞ പിശാചുമല്ല. അതിന് കാരണം പിശാചിന് ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. തോൽപ്പിക്കാൻ കഴിയാത്തൊരു പുതിയ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും. എത്ര പേർക്ക് അതിന് പ്രതികരിക്കാൻ കഴിഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പക്ഷേ ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ഇൻസ്പിറേഷൻ ഞാൻ പങ്കുവെച്ചിട്ട് ആ മീറ്റിംഗ് മെസ്സേജിലേക്ക് കടക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, നീ തോൽക്കാൻ പാടില്ല, തോൽവി ചിന്തിക്കരുത്. കാരണം തോൽവി ചിന്തിക്കരുത് എന്ന് പറയാനുള്ള കാരണം ജയം മാത്രമാണ് എനിക്കുള്ളത്. ജയിക്കാൻ വേണ്ടി ജനിച്ചതാ ഞാൻ. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ഞാനേ ജയിക്കാൻ വേണ്ടി തന്നെ ജനിച്ച ആളാണ്. തോൽവി എന്നെ തൊടുകയില്ല. വേറെ ആളോട് പറ, തോൽക്കാൻ എനിക്ക് അറിയത്തില്ല. ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ, കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ ബൈബിളിൽ അങ്ങനെയാണോ പറയുന്നത്? ബൈബിൾ അങ്ങനെയാണോ പറയുന്നത്? പക്ഷെ നമ്മുടെ അകത്ത് സാഹചര്യങ്ങളാണ് പറയുന്നത്. ആ സാഹചര്യം കൊണ്ട് ഞാൻ തോറ്റുപോയി, ആ ടെംപ്റ്റേഷൻ വന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയായി ഞാൻ. ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും. നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം, യോശുവയുടെ പുസ്തകത്തിലേക്ക് വരാം. 1-ാം അധ്യായം എടുക്കാം. ഒരാൾക്ക് അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു. ഒന്ന് ശ്രദ്ധിക്കാവോ? രാവും പകലും. എല്ലാവരും പറഞ്ഞേ, രാവും പകലും. ശബ്ദമുയർത്തി പറ, രാവും പകലും നീ അതിനെ ധ്യാനിക്കണം. നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നുന്നു എന്ന് പറയാമോ നിങ്ങൾക്ക്? മനസ്സിൽ കണ്ണടച്ച് ചിന്തിക്കണം. അങ്ങനെയല്ല വാചകത്തിൻ്റെ അർത്ഥം. ഹഗാർ എന്ന് പറയുന്നൊരു വേർഡ് ഉപയോഗിച്ചിരിക്കുന്ന, ഹഗാർ എന്ന വാക്കിൻ്റെ അർത്ഥം ധ്യാനിക്കുകയാണ്. ധ്യാനിക്കുക എന്ന വാക്കിനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാചകത്തിന് കുറച്ചും കൂടെ ആഴമുള്ളൊരു അർത്ഥമുണ്ട്. ഏറ്റുപറയുക, മുരളുക, ശബ്ദം ഉണ്ടാക്കുക എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്ന് കണ്ണടച്ചിരിക്കുകയാണ് എങ്കിൽ, ബൈബിൾ പറയുന്ന ധ്യാനം എന്ന് പറയുന്നത് ഏറ്റുപറയുകയും ശബ്ദം ഉണ്ടാക്കുകയും ഉറക്കം വായിക്കുകയും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വായിൽ നിന്ന് നീങ്ങരുത് എന്ന് പറഞ്ഞാൽ അത് രാവും പകലും നിങ്ങൾ പറയണം. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വായിൽ നിന്ന് നീങ്ങരുത്. എല്ലാവരും പറ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വായിൽ നിന്ന് അതെന്ത് ചെയ്യണം? രാവും പകലും പറയണം. ദൈവം ഒരു സക്സസിന് വേണ്ടി ഒരു താക്കോല് തുറന്നു തരുമോ? എന്താണ് താക്കോല്? നിങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തെ നീക്കരുത്. രാവും പകലും പറയണം. നിങ്ങളുടെ വായിൽ അത് വെക്കണം. ഇന്ന് രാവിലെ
ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു യൗവനക്കാരൻ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ വായിൽ വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, മോനെ നീ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അവൻ പറഞ്ഞു യെസ്. എനിക്ക് എന്താ ഇതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല. അവനോട് ഞാൻ പറഞ്ഞു, പേപ്പറിൽ എഴുതിയിരിക്കുന്ന വാക്യം കടലാസിൽ ചുരുട്ടി വായിൽ വെക്കുവാനല്ല ഈ പറഞ്ഞ്, ഈ എഴുതിയിരിക്കുന്നത് വാ കൊണ്ട് പറയുന്നതിനെയാണ് വായിൽ വെക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ വാ കൊണ്ട് വചനത്തെ പറയണം. എല്ലാവരും പറ, വാ കൊണ്ട് വചനത്തെ പറയണം. ശബ്ദയുയർത്തി പറഞ്ഞേ, സാഹചര്യങ്ങളെ പറയരുത്. പാണ്ടുണ്ട് പറയരുത്. വീട് തകർന്നായിരിക്കുന്നേ പറയരുത്. സാഹചര്യങ്ങളെ പറയരുത്. അടുത്തിരിക്കുന്ന ഒരാളോട് കൈ കൊടുത്തിട്ട് പറ, നിന്റെ ഇപ്പോഴുള്ള സിറ്റുവേഷനുകൾ പറയരുത്, പ്രതിസന്ധികൾ പറയരുത്, വേദനകൾ പറയരുത്. അയ്യോ, ഞാൻ ഈ വേദനയെല്ലാം പറയാൻ എങ്ങോട്ട് വന്നേ? അതൊക്കെ ശരിയാണ്. പക്ഷേ ദൈവജനം പറയുന്നത്, നിന്റെ വായിൽ നിന്റെ വേദന വെക്കരുത്, നിന്റെ വായിൽ പ്രതിസന്ധികൾ പറയരുത്, നിരാശ പറയരുത്. അതിന് പകരം ദൈവത്തിന്റെ വചനം പറയണം. വചനം പറയണം. കൈയടിക്ക്, രാമീൻ പറ. നിങ്ങൾ വായിൽ എന്ത് ചെയ്യണം? വചനം പറയണം. വായിൽ വചനം വെക്കണം. എന്നിട്ട് അടുത്ത വാചകം വായിക്കാം. നിങ്ങൾക്ക് അടുത്ത വാചകം വായിക്കാം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കും. നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കൃതാർത്ഥനായിരിക്കും എന്നാ. ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. For then you shall make your way prosperous. അവിടെ എഴുതിയിരിക്കുന്ന പ്രോസ്പെറസ് എന്നൊരു വേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും നീ അനുഗ്രഹിക്കപ്പെടും, വർദ്ധിക്കപ്പെടും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. അപ്പൊ നീ വർദ്ധിക്കാനുള്ള രഹസ്യം ജോൺ ദാരു ബ്രദറിന്റെ തലേ കൈവെപ്പല്ല. നീ വർദ്ധിക്കാനുള്ള രഹസ്യം നിന്റെ വായിലെ ദൈവത്തിന്റെ വചനമാണ്. നീ വർദ്ധിക്കാനുള്ള രഹസ്യം. Come on, കൈയടിച്ചൊരു ആമേൻ പറ. എന്റെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ബിനു ബ്രദറിന്റെ മോള് ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ എന്റെ മുഖത്ത് നോക്കുക. പെട്ടെന്ന് കർത്താവിനോട് പറഞ്ഞു, അവള് ചിന്തിക്കുന്ന ഇതാടാ, വിളിക്കാൻ പറഞ്ഞു. എൻ്റെ മടി പ്രസവിച്ച പോലെ കൊച്ചാ, അവള് വലിയ കൊച്ചായിരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അവളോട് പ്ലറോമോട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ അപ്പന് കിട്ടുന്ന 20,000 രൂപ ശമ്പളം കൊണ്ട് നിനക്ക് തുണി മേടിക്കാൻ തികയത്തില്ലെന്ന് പറഞ്ഞു. അവൾ ആർത്തു നിന്ന് കരഞ്ഞു. അവിടെ വായായി. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയോ? അവളുടെ കാൽക്കുലേഷൻ മുഴുവൻ അവൻ്റെ അപ്പൻ്റെ ശമ്പളമാ. പക്ഷെ എൻ്റെ കാൽക്കുലേഷൻ മുഴുവൻ നിങ്ങൾ ആരെങ്കിലും തരുമെന്നല്ല, എൻ്റെ വായിലെ വചനമാണ്. നിങ്ങളെ രാമയും പറയാത്ത എന്താ? നിന്റെ വഴിയുടെ സമൃദ്ധിയുടെ രഹസ്യം നിന്റെ ശമ്പളമല്ല, നിന്റെ വരുമാനമല്ല, നിന്റെ ബിസിനസ് ഐഡിയ അല്ല, നിന്റെ വായിലെ വാക്കുകളാണ്. കൂടെ ഉള്ളവർക്ക് രാമീൻ പറയാം. നിന്റെ വായിൽ ദൈവവചനം ഉണ്ടെങ്കിൽ നിന്റെ സമൃദ്ധിയെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ ശമ്പളമല്ല, ഗവൺമെന്റ് അല്ല തീരുമാനിക്കുന്നത് നിന്റെ സാമ്പത്തിക സ്ഥിതി, പകരം ദൈവമാണ് തീരുമാനിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കരുത്, അതങ്ങനെയാണ്. ഞാൻ ആ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആദ്യമായിട്ട് വന്നയാള് ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഴ മാറിപ്പോയെന്ന്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെവി തുറന്നത്. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് എൻ്റെ വായിൽ ദൈവം തന്ന വാക്കാണ്. ഞാനത് പറഞ്ഞപ്പോൾ അത് ക്രിയ ചെയ്തു, അത് പ്രവർത്തിച്ചു. അതേപോലെ നിന്റെ വായിൽ വചനം തന്നിരിക്കുകയാണ്. ആ വചനം നീ സംസാരിച്ചാൽ അത് ക്രിയ ചെയ്യും, അത് പ്രവർത്തിക്കും. ചേർന്ന് കൈയടിച്ചു ആമേൻ പറ. പ്രവർത്തിക്കുന്ന ഒരു വാക്കിനെ ദൈവം നിന്റെ വായിൽ വെച്ചിരിക്കുകയാണ്. യൂസ് ഇറ്റ്. അടുത്തിരിക്കുന്നവരോട് പറ, പ്രോസ്പെരിറ്റിയുടെ രഹസ്യം നിന്റെ വായിലെ വാക്കുകളാണ്. ജോൺ ദാരു ബ്രദർ അനുഗ്രഹിക്കപ്പെടുന്ന രഹസ്യം ഇവിടെ ആരൊക്കെയോ ഇവിടുന്നൊക്കെയോ സ്വോത്രകാഴ്ച അല്ലടവേ വായിലെ വാക്കുകളാണ്. എൻ്റെ മോളോട് നിങ്ങൾക്ക് ചോദിക്കാവോ, അല്ലെ എൻ്റെ വീട്ടിലെ ആരെങ്കിലും ചോദിക്കുക, എൻ്റെ വായിൽ നിന്നൊരു നെഗറ്റീവ് വേർഡ് വായി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തില്ല. ഇച്ചിരി പൊളിക്കും അതിനെ. ഇപ്പം ഞാൻ വീഴെന്ന് തോന്നിയാലേ വീഴെന്ന് പറയത്തില്ല, ആവശ്യമില്ല. എന്നെ താങ്ങുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ബ്രദറെ വീഴത്തില്ല. എന്തിനാ ഞാൻ വീഴുന്നേ? നിങ്ങളെ നേമയും പറയാത്ത പരാജയം എനിക്ക് പറയാൻ അറിയത്തില്ല.
ഒരിക്കൽ ഞാൻ പരാജയം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നേ, പക്ഷെ ഇന്ന് ഞാൻ പരാജയം പറയാനല്ല ജീവിച്ചത്, പഠിച്ചത് ജയം പറയാൻ പഠിച്ചു. സക്സസ് ഈസ് മൈൻ. വിജയം എന്റേതാണ്. കൂടിയില്ല നിങ്ങൾ. വിജയം എനിക്കുള്ളതാണ്. വിജയം എന്റേതാണ്. പറ ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണേ. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് വിജയം പറ്റും. എടവേ അല്ല, വിജയം നിന്റെ വായില. നീ നിന്റെ വിജയത്തെ പറ. അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഒരു ജോൺ ബ്രദറിന് മധ്യസ്ഥത വേണ്ട. ദൈവവചനം നിന്റെ വായില. പറ. ഞാൻ അടുത്ത വാചകം പറയട്ടെ. And you shall deal wisely and have good success എന്ന് പറഞ്ഞ ദൈവവചനം നിന്റെ അകത്തേക്ക് വരുമ്പോൾ നിനക്കൊരു വിസ്ഡം ഉണ്ടാകുന്നു. ആ വിസ്ഡം ഉണ്ടാകുന്ന നിമിഷം മുതൽ you will act wisely. നീ ജ്ഞാനത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന്. അടുത്ത വാചകം പറയുക, നീ എല്ലാ വിധത്തിലും സക്സസ് ആകുമെന്ന്. വായിലെ വചനം ജ്ഞാനത്തെ നൽകുന്നത് സക്സസിലേക്ക് എത്തിക്കുന്നതാണ്. സക്സസ് ഈസ് മൈൻ. വിജയം എന്റേതാണ്. എനിക്ക് തോക്കാൻ മനസ്സില്ല. ഞാൻ തോൽക്കത്തില്ല. അഞ്ചാരോടെങ്കിലും പറ, എനിക്ക് തോക്കാൻ മനസ്സില്ല. എനിക്ക് തോൽക്കാൻ മനസ്സില്ല. തോൽവി എനിക്കുള്ളതല്ല. കൈ അടിച്ചോണ്ട് പറ, തോൽവി എനിക്കുള്ളതല്ല. Come on, വായ് തുറക്ക, പറ, തോൽവി എനിക്കുള്ളതല്ല. ഓ, മുറ്റിലും ജയാളിയായ എന്നെ നിർത്തിയിരിക്കുകയാ. നിങ്ങൾ ശ്രദ്ധിച്ചോ. And then you shall deal wisely and have good success. നിങ്ങൾ ആ വാചകത്തിന്റെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചോ. ഒന്ന് ശ്രദ്ധിക്കണേ. You shall, നിങ്ങൾ. എല്ലാവരും പറഞ്ഞ നിങ്ങൾ. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വായിൽ വെച്ചാൽ പിന്നെ ദൈവമേ സഹായിക്കണമെന്ന് പറയണ്ട, നിങ്ങൾ സക്സസ് ആയിക്കോളൂന്ന്. അറിയോന്ന് എനിക്കറിയത്തില്ല. When the word of God in your mouth, it will turn your ability and turn your wisdom and take to the level of success. നിന്നെ ആദം ശക്തീകരിക്കുമെന്ന്. നീ നിന്റെ വായിൽ വചനം പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ ഉയർത്തും. അല്ല, ദൈവം നിന്നെ ഉയർത്തില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ വായിൽ വചനം വെച്ചാൽ, നീ വചനം ഏറ്റു പറഞ്ഞാൽ ദൈവം നിന്നെ ഉയർത്തുമെന്നല്ല, ദൈവം നിന്നെ സഹായിക്കുന്നല്ല, നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന. അതെന്താ കാരണം? വചനം നിന്റെ അകത്ത് വന്ന് നിന്നെ ജയാളിയാക്കി കളയുമെന്ന. ദൈവത്തിന് നിങ്ങളെ ജയാളിയായി നിർത്താനായി ഇഷ്ടം. ഇത് തലേ കയറിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ചും കൂടെ കയറി പറയാം. നിങ്ങൾ ഒരു മരുന്ന് കഴിച്ചു. എന്തിനു വേണ്ടിയാ? പനിക്ക് വേണ്ടിയാ. നിങ്ങൾ ആരും ഇങ്ങനെ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരില്ല. അത് നിങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ മെഡിസിൻ. വായിൽ വചനം വെച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ദൈവം പറയാ, പിന്നെ ഞാൻ വന്നിട്ട് നിങ്ങളെ സക്സസ് ആക്കണ്ട, നിങ്ങൾ തന്നെ സക്സസ് ആയിക്കോളൂ. അതുകൊണ്ടാണ് പിശാച് എന്ത് ചെയ്യുന്നതെന്നറിയോ? ബൈബിൾ വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. ബൈബിൾ വായിക്കാൻ മാത്രമേ നമുക്ക് മടിയുള്ളൂ. എൻ്റെ മോളോട് ചോദിച്ചു നോക്കി, ആള് തീപ്പൊരിയോ? എന്തിനാ മടിയുള്ളത്? ബൈബിൾ വായിക്കാൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞാടെ, നിന്നെ കൊന്നതാ. എനിക്ക് പാസ്റ്റർ ക്രിസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വചനം വായിക്കുമ്പോൾ വേർഡ് നിങ്ങളുടെ അകത്തേക്ക് വരുക. വേർഡ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്, വേർഡ് എന്ന് പറഞ്ഞാൽ യേശുവാണ് എന്ന് പറഞ്ഞ് യേശു നിങ്ങളിൽ വേർഡ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ യേശു നിങ്ങളിൽ മാനിഫെസ്റ്റഡ് ആകുന്നതെന്ന്. നിങ്ങളിലെ യേശുവിൻ്റെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലെ വചനത്തിൻ്റെ റെവലേഷനും ഒരേപോലെ. How much revelation you have from the scriptures, that makes the manifestation in your life. നിന്റെ മാനിഫെസ്റ്റേഷൻ നിൽക്കുന്നത് റെവലേഷനോട് ബന്ധിക്കപ്പെട്ടാണ്. ഒന്ന് പറയാവോ?
എനിക്ക് തോക്കാൻ കഴിയത്തില്ല. പറ, എനിക്ക് തോക്കാൻ കഴിയത്തില്ല. എനിക്ക് പരാജയം ചിന്തിക്കാൻ അറിയത്തില്ല. അറിയാം നിങ്ങൾക്ക്? അങ്ങനെ വന്നാലോ എന്നെ തലയിൽ കൂടെ പോകത്തില്ല. കാരണം ഞാൻ തൊടുന്നത് മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. നീ തൊടുന്നതെല്ലാം എഴുതിയിരിക്കോ. പിന്നെ തന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ. നിങ്ങൾ പരാജയം ചിന്തിക്കുന്നെങ്കിൽ ഈ വാചകം നിങ്ങളുടെ അകത്ത് കയറിയിട്ടില്ല. നീ തൊടുന്നത് മുഴുവൻ എന്ത് ചെയ്യും? പറ, ഞാൻ ചെയ്യുന്നത് മുഴുവൻ സാധിക്കും. തൊട്ടരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാ. അവൻ ചെയ്യുന്നത് മുഴുവൻ ഉറക്കെ, അവൻ ചെയ്യുന്നത് മുഴുവൻ സാധിക്കും. ഞാൻ ചെയ്യുന്നത് മുഴുവൻ സാധിക്കും. ഒരു പക്ഷേ അല്ല. ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് വന്നില്ല കേട്ടോ. ഇതൊരു എൻകറേജിങ് വേർഡായിട്ട് തന്നതാ. ഇതൊന്ന് പറയണമെന്ന് തോന്നിപ്പോയി. എന്നാ ചെയ്യാനാ? അടുത്തിരിക്കുന്നവരോട് പറ, നീ ചെയ്യുന്നതെല്ലാം ഒരു പക്ഷേ അല്ല, സാധിക്കും. തക്ക കാലത്ത് നീ ഫലം കൊടുത്തോണ്ടേയിരിക്കും. No one can stop you. നിന്റെ ഇല വാടത്തില്ല. നീ ഒരിക്കലും. ചിലർ പറയുന്നുണ്ടോ, ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്പിരിച്വലി ഡൗണാ. എന്തുവാ പറ? സ്പിരിച്വലി ഡൗണാ. പ്രാർത്ഥിക്കാൻ പോലും ഇടയായിട്ട് ഒരെണ്ണം പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നും. പക്ഷെ അങ്ങനെ പറയാൻ ഒക്കത്തില്ല. വിശ്വാസിയായി പോയില്ലേ? പ്രാർത്ഥിക്കാൻ പോലും ഇടയായിട്ട് പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ? അച്ചാച്ച എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു, അമ്മാമ്മ എന്നെ ചീത്ത വിളിച്ചായിരുന്നു, അപ്പുറത്തെ ചേച്ചി പറഞ്ഞു നീ വേണ്ടാത്തിനാ പോന്നേന്ന് പറഞ്ഞായിരുന്നു, ഇടയായിട്ട് കാശില്ല. ഈ ഇമ്മിണി കാര്യമാണോ നിന്നെ പ്രാർത്ഥനയെ തടഞ്ഞേ? പൗലോസ് ജയിലിൽ കടന്നുകൊണ്ട് പറയുവോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും കഴിയും. എവിടെ നിന്ന് എഴുതുന്നേ? ഞാൻ എഴുതുന്ന ജയിലിൽ നിന്നാണ്. എന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, എൻ്റെ ബുദ്ധിമുട്ടല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവന്റെ മഹത്വത്തിന്. എവിടെ നിന്നാ എഴുതുന്നേ? ജയിലിൽ ഇരുന്ന്. എന്നെ പരിപാടിയല്ലേ? നമ്മൾ പറയുന്ന അമ്മായിമ്മ എന്താ പറഞ്ഞേ, അച്ചാച്ചൻ ഉടക്കി, എന്തെങ്കിലും കാരണം പറഞ്ഞ് പള്ളിയിൽ നിന്ന് വരാവോ, പള്ളി വരാതിരിക്കാവോ, അതാണ് നമ്മുടെ ആശയം. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കട്ടെ, നിങ്ങൾ എന്തെല്ലാം തലയിൽ കൂടെ നിന്നോ, എൻ്റെ പ്രാർത്ഥനയെ തടയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. എന്നെ സ്പിരിച്വലി നിങ്ങൾക്ക് ഇടിക്കാൻ സാധിക്കത്തില്ല. പറ, എൻ്റെ കൂടെ പറ. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ പറഞ്ഞിരുന്ന സാധനമാ. പക്ഷേ ഇപ്പൊ ഒരിക്കൽ പോലും ചിന്ത പോലും വരുന്നില്ല ഞാൻ സ്പിരിച്വലി ഇടിഞ്ഞു പോകുന്നു. നിങ്ങളെ വളർത്താൻ കഴിയുന്ന ദൈവത്തിനും അവന്റെ കൃപയുടെ വചനത്തിനും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരാ തടയുന്ന? അവനെയോ? നിന്റെ വളർച്ച മുഴുവൻ അവനാ തീരുമാനിക്കുന്നത്. അവന്റെ വചനമാ തീരുമാനിക്കുന്നത്. ആര് തടയുമെന്നാ? കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. അതിന് ധൈര്യമുള്ള ഒരു സാഹചര്യം ഈ ലോകത്തിൽ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഒന്ന് തുള്ളിച്ചാടാത്ത എന്താ? Come on church, ഒന്ന് തുള്ളിച്ചാടി ആമേൻ പറഞ്ഞിട്ട് പറ. എന്നെ ആ മേഖലയിൽ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ബ്രദറെ, ഇന്നയാൾക്ക് കുറച്ച് അസുഖങ്ങളാ, ഇന്നയാള് ആത്മീയമായി എൻ്റെ വീട്ടിലെ ഇന്നയാള്, അതുകൊണ്ട് ഞാനങ്ങ് ഇടിഞ്ഞുപോയി. കർത്താവിന് ഏക പ്രതീക്ഷ നീയായിരുന്നു. നീ ആ വീട്ടിലുള്ളതായിരുന്നു യേശുവിന്റെ ആംബിയർ. എൻ്റെ മമ്മി എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പപ്പി അങ്ങനെ തന്നെയാ. ഞാൻ അവിടുന്ന് പോന്നപ്പോഴാണ് മമ്മി ഹോസ്പിറ്റലായേ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താ കർത്താവ് അങ്ങനെ ചെയ്തേ? നീ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമായിരിക്കുമെന്ന്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നെന്ന് എനിക്കറിയത്തില്ല.
അവളുടെ ഇഷ്ടമാണ്, അതെനിക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം എൻ്റെ മമ്മി പ്രാർത്ഥിച്ചത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നൊന്നും എനിക്കറിയത്തില്ല. നീ ആരാന്ന് നിന്റെ വിചാരം? You are something. You are so beloved. നീ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാ. നിന്റെ ചുറ്റുപാടും സാഹചര്യങ്ങൾ മാറുമ്പോൾ സ്വർഗം പറയുന്നത് അവൻ അവിടെ ഉണ്ട്. ആ സാഹചര്യങ്ങളൊന്നും അവിടെ ചലിക്കത്തില്ല. പിശാച് കയറി ആ വീട്ടിൽ നിരങ്ങത്തില്ല. എന്റെ മോൾ അവിടെ ഉണ്ട്, എന്റെ മോൻ അവിടെ ഉണ്ട്, ജോൺ അവിടെ ഉണ്ട്, അനീഷ് അവിടെ ഉണ്ട്. Power of the Spirit, Lord. The anointing of God. നിന്റെ വീടിന്റെ സാഹചര്യങ്ങൾ ദുഷ്കരമാകുമ്പോ സ്വർഗം പറയുന്നത് my child is there. No one can finish that house. Come on, come on. ഒരു ഹല്ലേലൂയ പറ. ശബ്ദം ഉയർത്ത ഹല്ലേലൂയ പറ. രാന്ധന റോക്കോ സിലഖബന രാന്ധന നഹസോകോ. ഞങ്ങൾ അഞ്ചൽ നിന്ന് പുല്ലൂരിട്ട് പോകുമ്പോൾ അടുക്കള മൂല എന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ വളവുണ്ട് തോടിൻ്റെ അടുക്കൽ. ഞങ്ങൾ എന്നും അഞ്ചൽ നിന്ന് പുല്ലൂരിട്ട് പോകുമ്പോൾ അവിടെ ഒരു ആക്സിഡൻ്റ് ആകും, ഒരാൾ മരിച്ചും കാണും. ഒരു ദിവസം ഞാൻ ഇറങ്ങിയിട്ട് ആ നാട് റോഡിൽ രാത്രി 12:30 ഒരാൾ മരിച്ച ദിവസമോ, രാത്രി 12:30 അനീഷ് ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, ഇനി ഇവിടെ ഒരു അപകടം ഞാൻ അറിയാതെ നടക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പോരുന്നവരെ അടുക്കള മുല പിന്നെ ഒരാൾ ചത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഒരു മൂലയിലും ഒരുത്തിനും ചാവണ്ട. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? നിങ്ങൾ ആരാന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ആരാണെന്ന് പറഞ്ഞു തുടങ്ങിയാൽ മതി, നിങ്ങളുടെ സാഹചര്യങ്ങൾ തീരും. കൈയടിക്കേ. ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോ പിശാച് കയറി എൻ്റെ വീടിനെ നിരങ്ങണ്ട. പറ മിനി ചേച്ചി പറ. ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോ ആ സ്ഥലം നോക്കിയിട്ട് പറ, അവിടെ ഒന്നും കയറി ആരും ഒന്നും ചെയ്യണ്ട. പറ. നമ്മുടെ അറിവില്ലായ്മയാ പലപ്പോഴും നമ്മൾ എന്നെ ചീത്തയാക്കുന്നേ. സത്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളിൽ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും വ്യക്തതയോടെ എത്ര അറിയാവോ അത്രത്തോളം സക്സസ് എൻ്റെ മേൽ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പരിചയം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തി 2:3 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ കൂടിയിരുന്നിടത്ത് അവരെല്ലാവരും ഒന്നിച്ച് കൂടിയിരുന്നു. അവിടെ കൂടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. അവരിരുന്ന ഇടം മുഴുവൻ നിറച്ചു. അഗ്നിജാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അടുത്ത വാചകം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറവിഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം, നമുക്ക് എന്ത് ലഭിക്കും? അന്യഭാഷയുടെ അടയാളം ലഭിക്കും. ചിലർ ഞാനൊക്കെ വിശ്വാസത്തിൽ വരുമ്പോൾ ഈ കൊടിയ കാറ്റടിച്ചു എന്ന് പറയുന്ന ആ വാചകം വായിച്ചിട്ട് വീട്ടിലെ വാതിലെല്ലാം അടച്ചിട്ടിട്ട് കാറ്റടിക്കട്ടെ, ആ കാറ്റ് എനിക്കും വരട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നതും ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഒന്നാമത് എനിക്കറിയാം, പരിശുദ്ധാത്മാവ് ഒരാളുടെ അകത്ത് വരുമ്പോൾ ആ ആളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു പ്രത്യേകത അന്യഭാഷയുടെ അടയാളം ഉണ്ടാകും. 2:17 വാക്യം, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അടുത്ത വാചകം, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ലിസൺ ടു മീ കെയർഫുള്ളി. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, പ്രവചിക്കാൻ തുടങ്ങും, ദർശനങ്ങൾ കാണാൻ തുടങ്ങും, വിഷനുകൾ ഉണ്ടാകും, റെവലേഷനുകൾ ഉണ്ടാകും. അടുത്ത വാചകം വളരെ രസകരമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്തോ ഉണ്ടാവും? സ്വപ്നങ്ങളുണ്ടാകും. ഞാനൊരിക്കൽ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ സ്വപ്നങ്ങളെക്കുറിച്ച് പഠിക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, സ്വപ്നങ്ങൾ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നീ മനസ്സിലാക്കണമെന്ന്. ഞാൻ ആ പ്രസംഗം യൂട്യൂബിൽ എവിടെ കിടപ്പുണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ നല്ലതാണ്. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ എൻ്റെ അർത്ഥം? സ്വർഗം പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷം ഞാൻ ആർക്കും സ്വപ്നം കൊടുത്തിട്ടില്ലെന്ന്. വിശ്വാസം പോയോ? ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷം
ബൈബിളിലെ ആരെയും ദൈവം സ്വപ്നങ്ങളിലൂടെ ഇടപെട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, അപ്പൊ സ്വപ്നം ഉണ്ടാവത്തില്ലെന്നാണോ പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. സ്വപ്നങ്ങൾ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകാം. നിങ്ങൾക്കുണ്ടായ സ്വപ്നം ഞാൻ പറയാറില്ലേ നിങ്ങളോട്? എനിക്ക് സ്വപ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ റയർ. എനിക്ക് ഇവിടെ വൈശാഖൻ്റെ ഭാര്യയെ ഞാൻ ഒരിക്കൽ സ്വപ്നം കണ്ടു. നടന്ന കാര്യമോ? ലക്ഷ്മിയെ. അവൾ ഇട്ട് വന്നിട്ടിരുന്ന രസം കണ്ടിട്ട് പറഞ്ഞു, ഈ പെങ്കൊച്ചിനെ എന്നെയും കാണുക, എനിക്ക് അവളോടെങ്കിൽ ഭയങ്കര ഇഷ്ടം വരുക. ഞാൻ അന്ന് വന്ന് നോക്കിയപ്പോൾ അവൾ എനിക്കൊന്നും ഓർമ്മയാ. സെൻറ് ജോൺ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ എൻ്റെ ഇടതുവശത്ത് 2ാമത്തെ ലെയറിൽ അവൾ ഇരിക്കുന്നത്. ഞാൻ അവളെ പിടിച്ച് എഴുന്നേപ്പിച്ചു. കണ്ട അതേ ചുരിദാർ ഇപ്പം എൻ്റെ കൂടെ. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. വളരെ റയറായിട്ട് സ്വപ്നം കാണാറുള്ളൂ. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ വായ്, എന്തുകൊണ്ട് ഞാൻ സ്വപ്നം കാണുന്നാൽ? ഇവിടുത്തെ പ്രവാചകന്മാരായ ആളുകളെല്ലാം സ്വപ്നം പറയാറുണ്ടല്ലോ. സ്വർഗം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ അപ്പോൾ അവർ പറയുന്നത് നീ തന്നതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. സ്വപ്നങ്ങൾ നിങ്ങൾ കാണാം, പക്ഷേ സ്വപ്നങ്ങൾ കാണുന്നതിൻ്റെ റീസൺ വേദപുസ്തകം പറയുന്നത്, ജോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ. 1, 2 പ്രാവശ്യം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല. 1, 2 പ്രാവശ്യം ദൈവം നിങ്ങളോട് ഇടപെടും, പക്ഷെ നിങ്ങളത് കേൾക്കത്തില്ല. അടുത്ത വാചകം, ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവൻ ശയ്യയിൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രിയിൽ ദർശനത്തിൽ തന്നെ അവൻ തന്നെ എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളോട് ഇടപെട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയാൽ ദൈവത്തിന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നിനക്ക് സ്വപ്നങ്ങളിൽ കൂടെ തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രിലിമിനറി പ്ലാൻ, ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ, പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നതോടുകൂടെ എന്നേക്കുമായി എന്നോട് സംസാരിക്കാൻ, എന്നോട് ഇടപെടാൻ ഒരാൾ എൻ്റെ വലതുവശത്ത് നിൽക്കുക. നിങ്ങളെന്താ കൈയടിക്കാതെ? എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നിങ്ങൾ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്, ആ ശബ്ദത്തെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തതാണ്. എന്തിൻ്റെ കാരണം? സ്വപ്നത്തിൻ്റെ കാരണം അല്ല. പരിശുദ്ധാത്മാവ് ഒരു മേഖലയിൽ നമ്മൾ ഇടപെടുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ദൈവം സ്വപ്നത്തിലൂടെ നിന്നോട് സംസാരിച്ചെന്ന് വരാം. ആമേൻ പറഞ്ഞില്ല. സ്വപ്നങ്ങൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എപ്പോഴും വർത്താനം പറയാൻ വേറൊരാൾ കൂടെ ഉണ്ട്. നിങ്ങളെന്താ കൈയടിക്കാതെ? നിങ്ങൾ എക്സൈറ്റഡ് ആകുമെന്ന് ഞാൻ വിചാരിച്ചു. ചിലരുടെ മുഖം പറയുന്നത് എന്നാന്നറിയാം, വല്ലപ്പോഴും ദൈവം ഇടപെടുന്ന സ്വപ്നത്തിലൂടെയാ. അതിൻ്റെ കാരണം വല്ലപ്പോഴും നിന്റെ ദൈവത്തിൻ്റെ അടുക്ക് പോയിരിക്കുന്ന നീ വല്ലപ്പോഴുവാ. ഒരു നല്ല ആമേൻ പറയാം. അപ്പോൾ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, റെവലേഷനുകൾ, പ്രവചനങ്ങൾ, അന്യഭാഷകൾ. ഒരു വാക്യം കൂടെ വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ചെറുതായിട്ട് തൊട്ടിട്ട് പോയി. എല്ലാം ആയില്ല. അന്യഭാഷയുടെ അടയാളം ഉണ്ടാകും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് അടുത്തത് പറയാമോ നിങ്ങൾക്ക്? പ്രവചനങ്ങളുണ്ടാകും, കൃപാവരങ്ങളുണ്ടാകും, കൃപാഫലങ്ങളുണ്ടാകും. പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാന കാര്യങ്ങളാണ് സഭയായി നമ്മുടെ തലയിലുള്ളത്. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ കർത്താവിനെ നമുക്ക് ഈ ആത്മീയ അനുഭവങ്ങൾ തരികയാണോ ദൈവത്തിൻ്റെ പ്രയോറിറ്റി? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ, ദൈവത്തിനെ നിങ്ങളെ മുഴുവനായി നിയന്ത്രിക്കണമെന്ന് എപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു, ആ സമയമാണ് പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ ദൈവം പകരുന്നത്. ദാറ്റ് ഈസ് എ ടോട്ടൽ ഡിഫറെൻ്റ് വൺ. ഒന്നും കൂടെ ഞാൻ പറയാം. ദൈവത്തിനെ നിന്നെ പരിപൂർണമായി നിയന്ത്രിക്കണമെന്ന് എപ്പോൾ ആഴത്തിൽ ദൈവത്തിന് ആഗ്രഹം വരുന്നു, ആ സമയമാണ് പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകുന്നത്. അത് ഇതും കൂടെ നിങ്ങൾ വ്യത്യാസമുണ്ടോ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് നിന്നെ കൺട്രോൾ ചെയ്യണം, ദൈവത്തിന് നിന്നെ നിയന്ത്രണം ഏറ്റെടുക്കണം, ദൈവത്തിൻ്റെ നിയന്ത്രണത്താൽ നീ നയിക്കപ്പെടണം. ആ അനുഭവത്തിലേക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നിൽ വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അന്യഭാഷ ഉണ്ടാകും, അത് തെളിവാണ്. പക്ഷെ അറിയേണ്ടത് അന്യഭാഷയല്ല,
പ്രഭാവരങ്ങളല്ല. ദൈവം ആദ്യം ഉദ്ദേശിച്ചത് നിന്നെ ടോട്ടൽ സ്വർഗത്തിന്റെ കൺട്രോളിൽ എത്തിക്കണം, സ്വർഗത്തിന്റെ നിയന്ത്രണത്തിൽ എത്തിക്കണം. അനുങ്ങളും വന്നേ. നിങ്ങളുടെ ടോട്ടൽ കൺട്രോള് ദൈവം എടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത്. വാ ഇവിടെ ഒന്ന് നിൽക്കുക. ഇവർക്ക് പരിശുദ്ധാത്മാവിന് നിറവുണ്ടായി. ഇതാ നീ ഒന്ന് താഴോട്ടിരുന്നേ, വീഴാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ഇതാ ആത്മാവ് വന്നപ്പോൾ ദാ കിടക്കുന്നു മലന്ന്, ഇതാ കിടന്ന് വിറയ്ക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നിന്റെ കൺട്രോൾ ഇനി മുതൽ എൻ്റെയിലാണ്, ശരീരം എൻ്റെ പൊസഷനിലാണ്. അതിന് അങ്ങനെ ഒരു ഭാഷയും കൂടെ ഉണ്ട്. നീ ആത്മാവ് വന്നപ്പോൾ മറിഞ്ഞു വീണു, ഉരുണ്ടു, ബഹളം വെച്ചു, ചുരുണ്ടു. നിങ്ങൾ ഈ പെന്തക്കോസിന്റെ ഒക്കെ ആരംഭകാലം എങ്ങനെയായിരുന്നു അറിയോ? ആത്മാവ് വന്നപ്പോൾ ആളുകൾ ഉത്തരത്തിൽ കയറി. എങ്ങനെ കയറിയെന്ന് അറിയത്തില്ല, ഇറങ്ങാൻ അറിയാതില്ല, അവിടെ ഇരിക്കുമായിരുന്നു. നിങ്ങൾ ഈ പെന്തക്കോസിന്റെ ചരിത്രം വായിച്ചു. ഇപ്പോഴാണ് പെന്തക്കോസുകാർക്ക് ആ സാധനം ഇല്ലാത്ത. നമ്മുടെ അനീഷിന്റെ മേലെ അഭിഷേകം ഉണ്ടായപ്പോൾ എൻ്റെ വീടിനകത്ത്, എൻ്റെ വീടിൻ്റെ അടിയിൽ, എൻ്റെ വീടിൻ്റെ ഫ്ലോറിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആ സമയത്തായിരുന്നു അഭിഷേകം ഉണ്ടായത്. അഭിഷേകം കഴിഞ്ഞ് നോക്കുമ്പോൾ പാൻറ്റിനൊന്നും തൊലിയില്ല. നടന്ന കാര്യമാണ്, പാൻറ്റൊന്നും ഇല്ല, എല്ലാറ്റിലും വട്ടം. അതാണ് ഇപ്പം ആയിരുന്നെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ ലേറ്റസ്റ്റ് ജീൻസ് ആയനെ. നടന്ന കാര്യം. എൻ്റെ മരിച്ചുപോയ കൊച്ചമ്മ ആത്മാവ് വന്ന് തുള്ളിച്ചാടിനോട് ഏറ്റവും എതിരായിരുന്നു. എൻ്റെ ദൈവമേ, ഫാനെ തൊട്ടായിരുന്നു കൊച്ചമ്മ തുള്ളിക്കൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ തുള്ളിയ ആൾ കൊച്ചമ്മയായിരുന്നു. ആരും ലിസണിങ്. അപ്പൊ ആ അനുഭവത്തിന് സിമ്പിളാണ്. നിന്റെ ബോഡിയുടെ പൊസഷൻ ഇനി എന്റെയാണ്, നിന്റെ അല്ല. ഈ ബോഡിയുടെ പൊസഷൻ ഇനി നിന്റെ അല്ല, എന്റെയാ. നിന്റെ നാക്കിനകത്ത് അഭിഷേകം വന്നത്, അന്യഭാഷ വന്നത്, എടാ ഇനി നീ പറയുന്നത് നീ തീരുമാനിക്കുന്നതല്ല, ഞാൻ തീരുമാനിക്കുന്നതാണ് എന്ന് സ്വർഗം ഡിസിഷൻ എടുത്തപ്പോഴാ നിന്റെ വായിൽ, നാവിൽ ഭാഷ വന്നതാ. എന്ന് പറഞ്ഞ ഇവന്റെ നാക്കി കയറിയിട്ട് പിടിച്ചിട്ട് പറയുക, ഇനി നിനക്ക് തോന്നിയത് പറയാൻ ഒക്കത്തില്ല, എനിക്ക് തോന്നിയത് നിനക്ക് പറയാൻ ഒക്കത്തുള്ളൂ. നമ്മളെങ്ങനെയാന്ന് പറയട്ടെ. ചർച്ച വരുമ്പോൾ നമ്മൾ വിറയ്ക്കും, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വേറെ വിറയിലും വരും. വീട്ടിൽ പായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അറിയത്തില്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിറയിലൊക്കെ വരും, ഷണ്ടല ബടലൊക്കെ വരും. കുറച്ച് കഴിഞ്ഞ് പുള്ളി അവിടെ ഇരുത്തിയിട്ട് പറയും, ഇനി എൻ്റെ അടുക്കളയിലെ ജോലി ഞാൻ ചെയ്തോളാം. ഓഫീസിലെ ആളുകളാണെങ്കിൽ പറയും, ഷണ്ടല ഇതായിട്ട് അവിടെ പോയാൽ നടക്കത്തില്ല, അവിടെ നമ്മൾ തന്നെ പറ. നമ്മൾ തന്നെ ചെയ്യണ്ടേ? എടവേ, നീ ചെയ്യാതെ അവൻ ചെയ്യണമെന്ന് സ്വർഗം തീരുമാനിച്ചപ്പോഴാണ് നിന്റെ മേൽ അവൻ പൊസഷനെ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞ ഇനി മുതൽ നീയല്ല, ഞാനാണ് നിന്നെ നിയന്ത്രിക്കുന്നതെന്ന് സ്വർഗം തീരുമാനിച്ച ദിവസമാ നിന്റെ മേൽ ആത്മാഭിഷേകം വന്നെന്ന്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? എൻ്റെ ഭാര്യയോട് സുന്ദരിയാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അസൂയല്ലേ? ആർ യു ലിസണിങ്? എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് വന്നത്, ദൈവത്തിൻ്റെ നിർബന്ധം നിങ്ങൾ അന്യഭാഷ പറയുന്നതോ പ്രവചനം പറയുന്നതോ ഒന്നുമല്ല. നിന്റെ നിയന്ത്രണം അവൻ്റെ കയ്യിലാകുന്നത് ദൈവത്തിൻ്റെ. സിമ്പിളായ ട്രൂത്താ, പക്ഷെ ഇതിന്റെ ഡീപ്പ് ഭയങ്കരമാണ്. വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ നമ്മുടെ തലയിൽ പരിശുദ്ധാത്മ വരുമ്പോൾ അന്യഭാഷ ദൂത്, പ്രവചനം, വെളിപ്പാട്, ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അന്യഭാഷയുടെ അല്ല പ്രവചനത്തിൻ്റെയും ദർശനത്തിൻ്റെയും ആത്മാനുഭവത്തിൻ്റെയും കാര്യങ്ങളാണോ നിങ്ങളുടെ തലയിൽ കൂടുതൽ ഇരിക്കുന്നത്, അതോ ടോട്ടൽ കൺട്രോളാണോ, കൺട്രോളിലേക്ക് ഞാൻ വരണമെന്നതാണോ നിങ്ങളുടെ തലയിൽ കൂടുതൽ ഇരിക്കുന്നത്? സാറേ പറ. ടോട്ടൽ കൺട്രോൾ എന്നുള്ളത് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പുള്ളി വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ടോട്ടൽ കൺട്രോളിന്. പക്ഷെ നമ്മൾ ആരുടെ പുറകില്? ദൂത് 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 ദൂത്, പ്രവചനം പ്രവചനം, രോഗശാന്തി, അത്ഭുതം, ഷൈൻ. ഇതാണ് നമ്മള്. നിന്റെ ടോട്ടൽ കൺട്രോൾ അവന്റെ കൈകളിലായാൽ അവന് വേണ്ടത് നിന്നിലൂടെ സംസാരിക്കാം, അവന് ഇഷ്ടമുള്ളത് നിന്നിലൂടെ ഇടപെടാം. അവന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നിന്റെ നാവ് വേണമെന്ന് സ്വർഗത്തിന് തോന്നിയപ്പോഴാ നാവിന്റെ നിയന്ത്രണം അവൻ എടുത്തതാ. അവന്റെ ഇഷ്ടം ചെയ്യാനായി നിന്റെ കൈ സ്വർഗത്തിന് ആവശ്യം തോന്നിയത് കൊണ്ട് നിന്റെ മേൽ അവൻ പൊസസ് ചെയ്തതാ. ഒന്ന് കൈകളടിച്ചൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, പരിശുദ്ധാത്മാഭിഷേകം കഴിഞ്ഞിട്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ മേളിൽ ഉണ്ടായിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്ന് പറയാവോ? ടോട്ടൽ കൺട്രോൾ ഓർ ഗിഫ്റ്റിംഗ്സ്? ഗിഫ്റ്റിംഗ്സ്. എന്നെ ദൈവം നിയന്ത്രിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണം, എനിക്ക് കിട്ടണം, ആളുകളുടെ മുമ്പിൽ കൊടുക്കണം. നമുക്ക് ആത്മീയർക്കാണ് ഈ പ്രശ്നം മുഴുവൻ. നമ്മളെ പോലെ ന്യൂ ജനറേഷൻ സഭകൾക്ക് പ്രവചനം, ദർശനം, അത്ഭുതം, പ്രവചനം, ദർശനം, അത്ഭുതം, പ്രവചനം, ദർശനം, അത്ഭുതം, അതിലേക്ക് പരിശുദ്ധാത്മാവിനെ ഒതുക്കിക്കളഞ്ഞു. ഞാനിത് ഗ്രഹിക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ ഉള്ളിൽ ആഴമുള്ളൊരു പെയിൻ വന്നു. എനിക്ക് തോന്നി കുറച്ച് എൻ്റെ തലയിലും അങ്ങനെ തന്നെയാണ് ഉള്ളതെന്ന്. ഞാനും ടോട്ടലി കൺട്രോൾഡ് അല്ലെന്ന്. സത്യത്തിൽ ഞാൻ ആദ്യം സ്വയത്തിൽ മാനസാന്തരപ്പെട്ടു. ഞാൻ പറഞ്ഞു, കർത്താവേ സോറി, ഐ വോണ്ട് ബി ലൈക്ക് ദാറ്റ്. മിനിസ്ട്രിക്കല്ല കർത്താവിന് പ്രാധാന്യം, നീയാണ് കർത്താവിന് പ്രാധാന്യം. നിന്നേക്കാൾ ഉപരിയായി ഒരു പ്രാധാന്യവും ദൈവത്തിനില്ല. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ വരാവോ? 1 അധ്യായം 8 വാക്യം ഒന്ന് വായിക്കാവോ? 1 അധ്യായം 8 വാക്യം വായിക്കാവോ? എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞേ, സാക്ഷികളാകുക. കമോൺ, ഒന്നും കൂടെ പറ, സാക്ഷികൾ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം ഭൂമിയുടെ അങ്ങേയറ്റത്തോളം പോയി പ്രവചിക്കുക, ഭൂമിയുടെ അങ്ങേയറ്റത്തോളം പോയി രോഗശാന്തി ചെയ്യുക. അതൊക്കെ സെക്കൻഡറി ആണ്. പരിശുദ്ധാത്മാവ് വന്നതിന്റെ ഉദ്ദേശം സാക്ഷികളാക്കുക. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ഭൂമിയുടെ അങ്ങേയറ്റത്തോളം പോയി യേശുവിന്റെ റെപ്രസെന്റേറ്റീവ് ആകുക. വേറെ ഭാഷയിൽ പറഞ്ഞാൽ, ഇവൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണെന്ന് വിചാരിച്ചോ, പിന്നീട് ഇവളുടെ നിയന്ത്രണം ടോട്ടലി ആരെടുക്കുകയാണ്? പിന്നീട് ഇയാളല്ല പ്രസന്റഡ് ആകേണ്ടത്, കാണേണ്ടത്, മുമ്പിൽ കാണേണ്ടത്, റെപ്രസെന്റ് ചെയ്യേണ്ടത് യേശുവിനെയാണ്. അതിന് പരിശുദ്ധാത്മാവ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ലോകത്തിന്റെ അറ്റത്തോളം പോയി ഇവളെ പ്രസന്റ് ചെയ്യല്ല, യേശുവിനെ പ്രസന്റ് ചെയ്യണം. എങ്ങനെ പ്രസന്റ് ചെയ്യണം? എന്റെ ശരീരത്തിലൂടെ പ്രസന്റ് ചെയ്യണം. എന്റെ ശരീരം പരിശുദ്ധാത്മാവിനെ പ്രസന്റ് ചെയ്യുന്ന ഇടമായി തീരണം. So that is called total control. We are not like that. നമുക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോ സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വിങ്ങുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. കാരണം ഞാൻ അവന്റെ ഉള്ളിൽ വന്നത് അവനെ കാണാതെ എന്നെ മാത്രം ആളുകൾ കാണാനാ, ടോട്ടൽ കൺട്രോൾ എടുക്കാനാ. അത് പരിശുദ്ധാത്മാവിനെ അങ്ങ് ചെയ്താ പോരായിരുന്നോ? ഇവളിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നല്ല പദമുള്ള സ്ഥലമല്ലേ? നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിടേ. Are you listening?
അറിയോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നോ ഞാൻ പറയുന്നത് ശരിയാണെന്ന്? നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മളിൽ ചില വരങ്ങൾ ചലിക്കാൻ തുടങ്ങി. വരങ്ങൾ ചലിക്കുന്ന എന്തിനാണെന്നറിയോ? ഈ ശരീരം വേറെ ആരുമല്ല ഞാൻ നിയന്ത്രിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി, മറ്റൊരാൾക്ക് മനസ്സിലാകാൻ വേണ്ടി വെളിപ്പെടുത്തിയ അനുഭവങ്ങളാണ് വരങ്ങൾ. പറഞ്ഞേ. ഈ ശരീരത്തിൻ്റെ ടോട്ടൽ കൺട്രോള് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ദൈവത്തിനാണെന്ന് മറ്റൊരാൾക്ക്, ജോൺ ദാരു എന്ന് പറയുന്ന വ്യക്തിയെ ഞാനാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് ഞാൻ പറയുന്നതെല്ലാം ശരിയാവുന്നത്. ഞാൻ പറയുന്നത് ഇയാളിൽ ആരുണ്ടോ? പറ, ഇയാളിൽ ആരുണ്ടോ? ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ദൂത് പറയട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും പ്രവചിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും രോഗികളെ സൗഖ്യമാക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അത്ഭുതങ്ങളെ ചെയ്യാൻ. അതിന് യേശു നോക്കുന്നത് ഒരു ശരീരം വേണം. പിശാച് ഒരാളെ പിടിക്കുവാണെങ്കിൽ നമ്മൾ പറയും പിശാച് ബാധിച്ചു. എന്നാ ചെയ്തു? ബാധിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവന്റെ ചില മേഖലകളിൽ നിയന്ത്രണം പിശാച് എടുത്തു എന്നാണ്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം, പിശാചിനെ ബാധിക്കാനേ കഴിയത്തുള്ളൂ, പൊസസ് ചെയ്യാൻ കഴിയത്തില്ല, നിറയാൻ കഴിയത്തില്ല. പിശാചിനെ നിന്നെ ബാധിക്കാം, ചിലത് നിയന്ത്രിക്കാം, പക്ഷേ നിറയാൻ കഴിയുന്നത് എൻ്റെ ദൈവത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഉള്ള ഹിന്ദു ആയാലും മുസൽമാനായാലും അക്രൈസ്തവനായാലും ദൈവം ആ ശരീരത്തെ പിശാചിന് ടോട്ടലി കൊടുത്തിട്ടില്ല. ചിലത് പിടിച്ചോളാൻ പറഞ്ഞു. ശരീരത്തിന്റെ ഉടമസ്ഥത സ്വർഗത്തിനാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? നിന്റെ ശരീരത്തിന്റെ ദേഹം ആത്മാവിനെ മുഴുവൻ നിറയാൻ കഴിയുന്ന ഒരു പിശാചിനും ലോകത്തില്ല. അങ്ങനെ ഒരാളില്ല. പിശാചിന് ചിലത് നിന്നെ നിയന്ത്രിക്കാം. സ്വർഗം പറഞ്ഞു, ഈ ലോകം മുഴുവനുള്ള സകല ജനവും എന്റെയോ അവന്റെ അല്ല. നീ അവൻ ചെയ്ത ഏതെങ്കിലും, അവന്റെ തലമുറ ചെയ്ത ഏതെങ്കിലും നിനക്ക് അവനെ സ്വാധീനിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ മുഴുവൻ നിയന്ത്രിക്കാൻ ഞാനാണ് അവന്റെ പിതാവ്. What a loving God. What a goodness. ഇവിടെ ഹിന്ദുവിനെ ആയാലും മുസൽമാനെ ആയാലും ജൂതനെ ആയാലും ആരെയും പിശാചിനെ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സാഡ് ന്യൂസ്, നിന്നെ അവന് മുഴുവനായി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടായിരുന്നിട്ടും മുഴുവൻ കൺട്രോള് അവൻ്റെ കയ്യിലല്ല. റെയ്നോഡ് ബോൺകെ പറഞ്ഞ ഒരു ഉദാഹരണം, നിങ്ങളുടെ വീട്ടിനകത്ത് ഞാൻ വിസിറ്റ് ചെയ്താൽ, ആ ഉദാഹരണം എൻ്റെതാക്കി പറയാം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്താൽ ആ വീട്ടിനകത്ത് വിസിറ്റിംഗ് റൂമിലാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങളുടെ ബെഡ്റൂമിൽ വരാൻ എനിക്ക് പറ്റത്തില്ല, നിങ്ങളുടെ അടുക്കളയിൽ വരാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാനൊരു ജെന്റിൽമാനാണ്. വാതിൽ തുറന്ന് ഞാൻ എല്ലാ മുറിയിലേക്കും കയറും. ആ വീടിന്റെ മുഴുവൻ നിയന്ത്രണം ഞാൻ ഏറ്റെടുക്കും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാവരും പറ, ഈ ഹോൾ ബോഡിയെ, ദേഹം ദേഹി ആത്മാവിനെ മുഴുവനായി നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞേ, നിങ്ങളുടെ ശരീരത്തെ യാഗമായി അർപ്പിക്കണം. നിന്റെ ശരീരത്തിലെ അവയവങ്ങളെ ഒരിക്കൽ പാപത്തിനു വേണ്ടി സമർപ്പിച്ചതുപോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ദൈവത്തിൻ്റെ നീതിക്കായി ആത്മാവിനായി സമർപ്പിക്കപ്പെടണം. എന്ന് നെഞ്ചിലോട്ട് കൈവച്ചിട്ട് പറ, എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, ഒന്നുകൂടെ പറ, എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അവൻ്റെ നിയന്ത്രണത്തിലാണ്.
കണ്ണ് ഏതെങ്കിലും സുന്ദരി പെണ്ണിന്റെ കൂടെ പോവുകയാണെങ്കിൽ പറയണം നോ, ഹോളി സ്പിരിറ്റ് ആണ്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് മനസ്സിലാകും ആരോ ഒരാൾ നിന്നെ കൺട്രോൾ ചെയ്യുന്ന പിടികിട്ടും. അതിനാണ് മൂവരിൽ ഒരാൾ താഴോട്ട് വന്ന് കൂടെ നിൽക്കുന്നത്. അവന് ശക്തിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നേ? ഏതെങ്കിലും ഭൂതകളെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് വേളം വയ്ക്കുന്നേക്കാളും ഏതോ സൈഡ് പിടിച്ചിട്ടുള്ളവന് പോലും അത്രയും ബലവും ആരോഗ്യം ഉണ്ടെങ്കിൽ മുഴുവനായി നിന്നെ നിയന്ത്രിച്ചവന് എത്രയധികമായി നിന്നെ കരുതുവാനും സൂക്ഷിക്കാനും കഴിയും. നീ ദൈവത്തിൻ്റെതാണ്. നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാണ്. Come on, കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. എനിക്ക് ഇവിടെ കാണാനുള്ളൊരു വെളിപ്പാട് പറയട്ടെ. നിങ്ങളുടെ എല്ലാ മുഖങ്ങൾ വെളിച്ചം പോലെ പ്രകാശിക്കുന്നത് എനിക്ക് കാണാം. ഞാൻ നോക്കുമ്പോൾ എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട്, ചിലരുടെ വസ്ത്രങ്ങൾ പഴയത് കീറിയിട്ട് ദൈവദൂതന്മാർ പുതിയ വേഷമണിയിക്കുന്നു. സൗന്ദര്യമുള്ള ചിലർ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ മടങ്ങി പോകുന്നത് a total change ആയിട്ടാണ്. You are going to control by the Spirit of God. You are going to control by the Spirit of God from this moment. ഈ നിമിഷം മുതൽ. ഡോക്ടർ ആര് കേൾക്കുന്നു? ഡോക്ടറാണ്. എൻ്റെ കത്രിക, എൻ്റെ ടെലസ്കോപ്പ്, അത് എന്നോട് പറയുന്ന പലതുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി എന്നെ കൺട്രോൾ ചെയ്യുന്നത് ടോട്ടൽ കൺട്രോൾ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ടോട്ടൽ കൺട്രോൾ. ശബ്ദം ഉയർത്തി പറയണം, ടോട്ടൽ കൺട്രോൾ. ഒരു മിനിറ്റും കൂടി ഇരിക്കാവോ? 2-3 വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങളെ വിടാം. എനിക്കൊരു കാര്യം അറിയാം, ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഒറ്റയ്ക്ക് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നത്തില്ല. ഡൗട്ടേ ഇല്ല. എനിക്കിന്ന് തോന്നുവാ എൻ്റെ കൂടെ ഒരാളിങ്ങനെ നടന്നു വരുമെന്ന് തോന്നുന്നു. അതുപോലെ നിങ്ങളിൽ പലരും ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ആരോ ഒരാൾ എൻ്റെ കൂടെ നടന്നു വരുന്നു എന്ന്, ആരോ ഒരാൾ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്ന്. സംതിങ് supernatural is coming. Supernatural is coming. നിങ്ങൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് വരാവോ? പഴയ നിയമത്തിൽ 40-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാമത്തെ വാക്യം മുതൽ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. എല്ലാവരും ഉറക്കെ പറ, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. അടുത്ത വാക്ക്, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ. എല്ലാവരും പറ, സമാഗമന കൂടാരം. ദൈവത്തിന്റെ, ഉറക്കെ പറ, ദൈവത്തിന്റെ കൈ വിരലുകൾ കൊണ്ട് എഴുതിയ കൽപ്പലകകൾ ഇരിക്കുന്ന ഇടം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സമാഗമന കൂടാരം. പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് സമാഗമന കൂടാരം ആരാന്നറിയോ? ദൈവത്തിന്റെ പെട്ടകം, കൽപ്പലകകൾ, ഹൃദയത്തിന്റെ പലകകൾ നമ്മുടെ ഉള്ളിൽ എഴുതിയിരിക്കുവാൻ ഞാനാണ് ദൈവത്തിന്റെ ആലയം. Don't you know? നിനക്ക് അറിഞ്ഞുകൂടെ? You are the temple of the Holy Spirit. നീ ദൈവത്തിന്റെ ആലയമാണെന്ന് അറിഞ്ഞുകൂടെ? പഴയ നിയമത്തിൽ ഇതാ ശെക്കേന കടന്നു വരുന്നു. അതിനുശേഷം ദൈവത്തിന്റെ തേജസ് കൊണ്ട് തിരുനിവാസം നിറയുന്നു. അടുത്ത വാക്ക്, മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും കണ്ണുകളിൽ വിസിബിളായി വെളിപ്പെടുകയാണ്. അടുത്തത്, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട്. അടുത്ത വാചകം പറ, ചെയ്തതുകൊണ്ട്. മേഘവും തേജസ്സും വന്ന് നിറഞ്ഞതുകൊണ്ട്. തേജസ് കൊണ്ട്, പരിശുദ്ധാത്മാവും അവന്റെ തേജസ്സും കൊണ്ട് നിറഞ്ഞതുകൊണ്ട്. പറ, അടുത്ത വാചകം എഴുതിയിരിക്കുന്നു, വായിക്കാൻ നമുക്ക്. മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ആലയത്തിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കൺട്രോൾ കർത്താവ് എടുത്തുന്ന എന്ന് പറഞ്ഞ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആത്മാവ് വന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നീ പിന്നൊന്നും ചെയ്യല്ലേ, ഞാൻ ചെയ്തോളാം. എന്ന് പറ, നീ പിന്നൊന്നും ചെയ്യല്ലേ, അത് ഞാൻ ചെയ്തോളാം.
എൻ്റെ ആലയത്തിൽ നിനക്ക് ഇടവില്ല, നിനക്ക് ശുശ്രൂഷിക്കേണ്ട ഇടവില്ല. ഞാനാണ് അതിൻ്റെ ടോട്ടൽ കൺട്രോൾ. നീ അവൻ്റെ ആലയമായിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കൺട്രോൾ അവൻ്റെയാണ്. വേദവസം പറയുന്നത് മോശയാണ് ആ കൂടാരം മുഴുവൻ പണിഞ്ഞത്. മോശയാണ് സമാഗമന കൂടാരത്തിലെ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആക്കിയത്. പക്ഷേ ഞാനാണ് ഈ ശരീരത്തെ കർത്താവിനായി വിധേയപ്പെടുത്തിയത്. പക്ഷേ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്റെ പരിപാടിയല്ല, അവൻ്റെ പരിപാടിയാണ്. I am controlled by the Holy Spirit. I am possessed by the Holy Spirit. പറയണേ എവിടെയുണ്ട്? ഞാൻ അവൻ്റെ നിയന്ത്രണത്തിലാണ്. അവൻ എന്നെ നിയന്ത്രിക്കുകയാണ്. അവൻ എന്നിൽ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരിലാണോ അവൻ്റെ നിറവ് വരുന്നത് അവിടെയാണ് ഗ്ലോറി ചലിക്കാൻ തുടങ്ങുന്നത്. Your glory related to your submission, brother. Your glory related to your submission. ദൈവത്തിൻ്റെ ഗ്ലോറി നിന്നിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. നിന്റെ ആലയമാകുന്ന ശരീരത്തെ അവന് വിധേയപ്പെടുത്തുകയാ വേണ്ടത്. ഗ്ലോറി മാനിഫെസ്റ്റഡ് ആകും. ഭയങ്കരമാണ്. ഗ്ലോറി മാനിഫെസ്റ്റഡ് ആയാൽ എന്തൊക്കെ നടക്കുമെന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അവിടെ വേരില്ലാതെ ബദാമിന്റെ കൊമ്പ് തളിർക്കും, പൂക്കും, കായ്ക്കും. പ്രകൃതിയാതീതമായ കാര്യങ്ങൾ സംഭവിക്കും. അഴുകിപ്പോകുമെന്ന് പറയുന്ന മന്ന വർഷങ്ങളോളം അവിടെ ഇരിക്കും. ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഗ്ലോറി അവിടെ റിവീൽ ആകുന്നുവോ അവിടെ ശത്രുവിനെ അടുക്കാൻ കഴിയത്തില്ല. അവന്റെ മുമ്പിൽ കമണ്ട് വീഴും. ഒരാൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. This is your day of glory, brother. This is the day of glory, brother. This is your day of glory. ഇത് നിന്റെ ശരീരമാണെങ്കിൽ നീ അതിനെ വിധേയപ്പെടുത്തുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ് എങ്കിൽ അതിനെ ശക്കേനയും ഗ്ലോറിയും പരിശുദ്ധാത്മാവും അവന്റെ തേജസ്സും. എല്ലാവരും പറ, പരിശുദ്ധാത്മാവും അവന്റെ തേജസ്സും. നീ എവിടെ സഞ്ചരിച്ചാലും തേജസ് കൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. You are going to carry the God's glory, brother. Yes. 2 മിനിറ്റും കൂടെ ഇരിക്കണം. അടുത്ത വാചകം നിങ്ങൾക്ക് വായിക്കോ. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിൽ മേലും. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആലയത്തിനകത്ത് ദൈവത്തിന്റെ ഷെക്കേന വന്നു, അതിനോടൊപ്പം എന്തു വന്നു? തേജസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഷെക്കേനയില്ല, തേജസ്സും ഇല്ല, ആലയവും ഇല്ല. പിന്നീട് ഇസ്രായേൽ ജനത്തിന്റെ യാത്രയാ പറയുന്നേ. ഒരു കണക്ഷനും ഇല്ലാത്ത കാര്യം, ഒരു ബന്ധവുമില്ലാത്ത കാര്യം. പിന്നീട് ആ വാചകം ഒന്നും കൂടെ വായിച്ചേ. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളുടെ മേലും മേഘം തിരുനിവാസത്തിന്മേൽ ഉയരുമ്പോൾ അവരുടെ ഓരോ മൂവ്മെന്റുകളും പിന്നീട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായെന്ന്. മേഘം ഉയർന്നാലേ അവര് ചലിക്കത്തുള്ളെന്ന്. അവര് യാത്ര തുടങ്ങണമെങ്കിൽ, എവിടെങ്കിലും പോകണമെങ്കിൽ അവര് നോക്കിയിരിക്കും. മേഘം മൂവ് ചെയ്യുന്നു,
തേജസ് ചലിക്കുന്നു. Other word we can say, when they sense the Holy Spirit is moving, the glory is moving, they are ready to move. എന്ന് പറഞ്ഞ അവരുടെ ചലനം അവരായി തീരുമാനിച്ചില്ല, സ്വർഗമായി തീരുമാനിച്ചു. നിന്റെ ചലനം നീയായിട്ടല്ല തീരുമാനിക്കേണ്ടത്. കാരണം കൺട്രോൾ മുഴുവൻ അവന് കൊടുത്ത ദിവസമാണ് ശക്കേന നിന്റെ മേൽ വന്നത്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ടോ? ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ അവിടെ ശരിയല്ല, ഞാൻ ഇവിടെ ശരിയല്ല, ഞാൻ ആ ഭാഗത്ത് അങ്ങനെയല്ല. ഞാനവിടെ ഇരുന്ന് കരഞ്ഞു. വേറെ എന്നാ ചെയ്യുന്നേ? അവരുടെ ഒരു മൂമെന്റ് പോലും മേഘം ഉൾക്കൊടാത്തതില്ലായിരുന്നു. അതുകൊണ്ട് എന്താ, സമുദ്രം വഴിമാറി. പെട്ടകമായി ചെന്നപ്പോ കരകവിഞ്ഞ യോർദാൻ പിൻവാങ്ങിപ്പോയി. മരുഭൂമിയിലും മഞ്ഞ വീഴാൻ തുടങ്ങി. നിന്റെ അധ്വാനമല്ല നിന്റെ പ്രശ്നത്തെ മറികടക്ക എന്നത്, നീ വഹിക്കുന്ന ഗ്ലോറിയാണ് പ്രശ്നങ്ങളെ മറികടക്കുന്നതാക്കുന്നത്. ഒന്നും ചെയ്യണ്ട, നിന്റെ ചെങ്കടൽ രണ്ടാകും. അന്ന് രാത്രിയിൽ ഒരു കാറ്റ് കടൽ മീതെ അടിച്ചു. എന്നതാ കാറ്റെന്നറിയോ? That is power of the Holy Spirit. They walking, moving with the Holy Spirit. അവന്റെ മുമ്പിലാണ് ശക്തിയുടെ പ്രകടനം ഉണ്ടാകുന്നത്. ശക്തിയുടെ പ്രകടനമല്ല ആദ്യം, പൊസഷൻ ആദ്യം. ശക്തിയുടെ പ്രകടനമല്ലേ തലയിൽ മുഴുവൻ ഉള്ളത്. പക്ഷെ സ്വർഗത്തിന്റെ പ്ലാൻ നിന്റെ നിയന്ത്രണമാ മുഴുവനുള്ളത്. ശക്തിയുടെ പ്രകടനം സ്വർഗത്തിനൊരു കാര്യമല്ല. ചെങ്കടലായാലെന്ത്, കര കവിഞ്ഞ് യോർദാൻ വന്നാലെന്ത്, അതൊന്നും നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. നിന്നെ തടയാൻ ഈ ലോകത്തിലെ ഒരു ശക്തി എഴുന്നേറ്റിട്ടില്ല. നിന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല. നിന്നെ തൊടാൻ ഒരു ശക്തിയും ലോകത്തിലില്ല. കാരണം നീ വഹിക്കുന്നത് അവന്റെ ഗ്ലോറിയാണ്. എന്റെ പ്രതീക്ഷയിലെ സങ്കീർത്തനക്കാരൻ 114 സങ്കീർത്തനത്തിൽ 3 മുതൽ 6 വരെ എഴുതിയിരിക്കുവോ, യോർദാനേ നീ പിൻവാങ്ങുന്നത് എന്താ? യോർദാനേ നീ എന്തുകൊണ്ടാ പുറകോട്ട് പോയേ? നീ ഇതുവരെ കരകവിഞ്ഞല്ല ഇരുന്നേ, നീ എന്താ പുറകോട്ട് പോകുന്നേ? കുന്നുകളെ കുഞ്ഞാടുകളെ പോലെയും പർവ്വതങ്ങളെ മുട്ടാടുകളെ പോലെയും വിറയ്ക്കണ എന്താ? അവര് പറയും വരുന്നത് ഗ്ലോറിയാണ്, ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇത് തിരുവനന്തപുരം സഭയോടുള്ള ദൂത, വരുന്നത് ഗ്ലോറിയാണ്, ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വരുന്നത് ഗ്ലോറിയാണ്. ഒരു ചെങ്കടലും വഴിമാറാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പകൽ എവിടെ നിന്നുകൊണ്ട് പറ, ലോർഡ് ഐ ആം അലോവിങ്. ഞാൻ സമ്മതിക്കുകയാണ്. ടോട്ടൽ കൺട്രോൾ, ടോട്ടൽ കൺട്രോൾ, ടോട്ടൽ കൺട്രോൾ. പ്രതിസന്ധി പറയരുത്, പ്രതിസന്ധി മിണ്ടല്ലേ. പുരോഹിതന്മാരുടെ കാലുകൾ യോർദാന്റെ വക്കിൽ ചവിട്ടിയപ്പോഴേ അവൻ പറഞ്ഞു, നോ വേ,
We had to give way. എന്ത് ചെയ്താലും വഴി കൊടുത്തേ ഒക്കത്തുള്ളൂ. നിന്നെ തടയാൻ ഒരു പ്രകൃതിക്ക് കഴിയത്തില്ല. നിന്നെ തടയാൻ ഒരു സാഹചര്യത്തിന് കഴിയത്തില്ല. നിന്നെ തടയാൻ ഒരു ലിഖിത നിയമങ്ങളുമില്ല. നിന്നെ തടയാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. You are different. ഒറ്റ കാര്യോ സ്വർഗത്തിന് പറയാനുള്ളൂ, എന്നെ പൂർണ്ണമായും നിന്നെ നിയന്ത്രിക്കേണ്ടതിനെ അനുവദിക്കണം. അനുമളങ്ങുന്നേ, ഒരു സെക്കൻഡ് ഇരുന്നേ, അവസാനിപ്പിക്കുക. ഞാൻ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഞാനൊരു മൂവ്മെന്റ് തുടങ്ങുക. അതിനാദ്യം ഞാൻ ചെയ്തത് ഒരു വീട് വാങ്ങി. രാജ്യങ്ങളിൽ ഒരു മൂവ്മെന്റ് തുടങ്ങാൻ സ്വർഗം ആഗ്രഹിച്ചപ്പോൾ മേടിച്ച വീടായത്. ഇത് അതിന്റെ മോഡലുള്ളൊരു പ്രവചനം കൂടെ കേട്ടോ. മേടിച്ച വീടായത്. രാജ്യങ്ങളിൽ ദൈവത്തിന്റെ ചലനം തുടങ്ങേണ്ടതിനെ ദൈവം മേടിച്ച വീടായത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത് പിന്നെ ചെയ്തത് ഓഫീസ് തുടങ്ങുക എന്നതായിരുന്നു. വീട് വാങ്ങി ഞാനൊരു ഓഫീസ് ആരംഭിച്ചു. Are you listening to me? അഞ്ചലിൽ നിന്ന് വന്നിട്ട് എനിക്ക് ചിലത് ചെയ്യാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ എനിക്ക് പ്രവർത്തിക്കാൻ ഒരു ഇടം വേണം. സ്വർഗത്തിനെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഇടമാണ് നീ എന്ന് പറയുന്നത്. സ്വർഗത്തിനെ കൈനീട്ടാനുള്ള കൈയാണ് നീ എന്ന് പറയുന്നത്. സ്വർഗത്തിനെ സംസാരിക്കാനുള്ള നാവാണ് നിന്റെ നാവെന്ന് പറയുന്നത്. നീ നിനക്കുള്ളതല്ല, അവൻ വില കൊടുത്ത് വാങ്ങിയതാ. ഇപ്പൊ നീ നിന്റെ ഇഷ്ടമാ ചെയ്യുന്നേ. സ്വർഗം അതിനകത്തിരുന്ന് ഞെരങ്ങുക. പറ, ലോർഡ്, ഇന്നു മുതൽ അങ്ങനെയല്ല, ഇന്നു മുതൽ അങ്ങനെയല്ല. എന്റെ ശരീരം നിനക്കുള്ളതാ. ആരുടെയെങ്കിലും വികാരത്തിന്റെ ഭാഗമാകാനുള്ളതല്ല എന്റെ ശരീരം. ഏതെങ്കിലും സ്ത്രീയോടെയോ പുരുഷന്റെയോ വികാരത്തിന്റെ ഭാഗമാകാനുള്ളതല്ല എന്റെ അവയവങ്ങൾ. ഇത് സ്വർഗത്തിൻ്റെത് മാത്രം. പറ, ഈ ഓരോ കണ്ണും മൂക്കും ചെവിയും ചുണ്ടും എൻ്റെ കാലുകളും എൻ്റെ കൈകളും എൻ്റെ വിരലുകളും മുഴുവൻ അവൻ്റെയാ. ചിലര് ചോദിക്കാറുണ്ട്, ബ്രദർ ഇങ്ങനെ തട്ടിയിട്ട് പോയാൽ മതിയോ? ഞാൻ അതിൻ്റെ അളവിൽ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നേ. നിങ്ങൾ പറയത്തില്ല, ഞാൻ നിങ്ങളെ തട്ടിയിട്ട് പോയാലും ആ മുഴ കാണുന്നില്ല എന്ന് പറയാറില്ലേ? സ്റ്റിൽ ഐ ആം തിങ്കിങ് ഞാനിപ്പോഴും അവിടെ എത്തിയിട്ടില്ലെന്നോ. ഇതെന്റെ അല്ലാതാവുവാനേ, എനിക്ക് പകരം വേറൊരാളാകുവാനേ. സംഖ്യാപുസ്തകം 9-ാം അധ്യായം 15 വാക്യങ്ങൾ 23 വരെ ഞാൻ ആ വാക്യം വായിച്ചപ്പോഴേ ചിന്തിച്ചിട്ടുണ്ട്, എന്താ ദൈവം എങ്ങനെ എഴുതിയിരിക്കുന്നത്? രാവിലെ ഒരു ദിവസം മേഘം പൊങ്ങി, വൈകുന്നേരം ആ വേഗം നിന്നു, അവർ യാത്ര നിർത്തി. ഒരു ദിവസം അവിടെ എഴുതിയിരിക്കുക, 2 മാസം ചിലപ്പോൾ മേഘം പൊങ്ങാതിരിക്കും, 2 മാസം അവർ പോകത്തില്ല. ഒരു വർഷം, ഒരു സംവത്സരം മേഘം പൊങ്ങാതിരിക്കും, ഒരു സംവത്സരം അവർ പോകത്തില്ല. ഒരു ദിവസം മേഘം പൊങ്ങാതിരിക്കും, ഒരു ദിവസം പോകത്തില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? മേഘം പൊങ്ങുമ്പോഴേ ഞങ്ങൾ പോകുന്നുള്ളൂ എഴുതി വെച്ചാൽ പോരെ? ഈ ദിവസം കാലമൊക്കെ എഴുതുന്നത് എന്തിനാ? 1 മാസം, 2 മാസം, ഒരു വർഷം മേഘം പൊങ്ങാതെ അവർ ചലിക്കത്തില്ല.
അവരുടെ സക്സസിന്റെ രഹസ്യം എഴുതി വെച്ചിരിക്കുക. കാലതാമസമല്ല ദൈവത്തിന്റെ മൂവ്മെന്റ് ആവുന്നത്. ഒരു വർഷം I am waiting. When the Holy Spirit moves, I also move. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. 9-ാം അധ്യായം 12-ാം വാക്യം, 15-ാം വാക്യം, 18-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ യേശു ഒരു വലിയ വെളിച്ചമായും പൗലോസിന് മേൽ വീഴുക. കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ ഞാൻ എന്താ ചെയ്യണ്ടേ? അവനോട് കർത്താവ് പറഞ്ഞു, ദമാസ്കസിലേക്ക് പോ, അവിടെ ഞാൻ ചെയ്യേണ്ടത് നിന്നോട് പറഞ്ഞോളാം. ഞാനാണെങ്കിൽ ചോദിച്ചതിന് മൊത്തം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞേനെ. പൗലൂസിന് വിവരമുണ്ട്. അപ്പോഴേ കേട്ടു ദമാസ്കസിലേക്ക് പോയി. എവിടേക്കാന്ന് പോലും പറഞ്ഞില്ല. പുള്ളി അങ്ങോട്ടങ്ങ് പോയി. ദമാസ്കസിൽ ചെന്നു. അവിടെയുള്ള ഒരു ശിഷ്യനോട് സ്വർഗം ചെന്ന് പറഞ്ഞു, ഇന്ന വീട്ടിൽ പൗലോസ് എന്ന് പറഞ്ഞ ഒരാള് നിന്റെ വരവ് നോക്കി ഇരിപ്പുണ്ട്. സാധാരണ ശിഷ്യനാ. അവൻ പറഞ്ഞു, അവന് മഹാപുരോഹിതന്റെ അധികാരപത്രമുണ്ട്. പറഞ്ഞു, നോ, ജാതികൾക്ക് വേണ്ടിയും രാജാക്കന്മാരുടെ നടുവിലും ഞാൻ എന്താ അവനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് നീ കാണാൻ പോവാ. അടുത്ത വാചകം, നീ അവന്റെ തലയിൽ പോയി കൈവച്ച് അവൻ പരിശുദ്ധാത്മ പൂർണ്ണനാകാൻ പ്രാർത്ഥിക്കണം. സ്വർഗത്തിനറിയാം ഞാനവനെ രക്ഷിച്ചു, ശരിയാ, ഞാനവനെ തൊട്ടു, ശരിയാ. പുറത്തിറക്കണേക്കാൾ മുമ്പ് എൻ്റെ കൺട്രോൾ അവൻ്റെ മേൽ വയ്ക്കണം. പൗലോസിനെ ദൈവം പുറത്തു വിടുന്നേക്കാൾ മുമ്പ് പറഞ്ഞു, ഐ വാണ്ട് ടു പൊസസ് ഹിം. പ്രാർത്ഥിക്കട്ടെ. എത്ര പേർക്ക് പറയാം, കർത്താവേ ഇന്ന് മുതൽ നീയാപ്പാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പറ്റുന്ന മുമ്പ്, ഇന്ന് ചിലരെ ഫുൾ കൺട്രോളിലേക്ക് സ്വർഗം കൊണ്ടുവരാം. ഐ നോ ഇറ്റ്. നിങ്ങളുടെ സിനിമ കാണലും ഷോർട്സ് കാണലും ഒക്കെ ഇന്നത്തോടെ തീർന്നു. ആ പരിപാടിയൊക്കെ ക്ലോസ് ചെയ്ത് കർത്താവ്. നിങ്ങളോട് ആരോ ഒരാൾ ഇടപെടുന്ന നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. ഞാനിന്ന് ഇത് പ്രസംഗിക്കുമ്പോൾ 5 ഇതുപോലെയായിരുന്നു. ദുരാത്മാക്കൾ ഇളകാൻ തുടങ്ങി. ഞാൻ പിശാചെ പോകുന്ന പോലും പറഞ്ഞില്ല. ചിലർ ആത്മാവിൽ നിറഞ്ഞു ഉരുളാൻ തുടങ്ങി. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ഐ എം ടേക്കിംഗ് കൺട്രോൾ. നിന്റെ സഭയിൽ, നിന്റെ വിശ്വാസികളുടെ ഇടയിൽ ഞാൻ ചിലരെ നിയന്ത്രിക്കാൻ പോവാം. നിന്റെ നിയന്ത്രണം എടുക്കണമെങ്കിൽ നിന്റെ വൈകാരിക തലങ്ങൾ സ്വർഗത്തിനാകണം. നിന്റെ പ്രേമം നീ കളയണം. നിന്റെ സെക്ഷൽ ചാറ്റ് നീ കളയണം. ഇമോറലായ റിലേഷൻഷിപ്പിനെ നീ മാറ്റിക്കളയണം. നിന്നെ സഹായിക്കുക ഞാൻ ചെയ്യുന്നത്. നിന്റെ കണക്ഷൻ, ദൈവവുമായിട്ടുള്ള ബന്ധം ശരീരമായിട്ടാണ് കിടക്കുന്നത്. ഈ ശരീരത്തിൽ അവന് വേണ്ടാത്തതൊന്നും നിനക്ക് വേണ്ട. അവൻ്റെ ആലയമാണ്. ഈ സ്നേഹബന്ധത്തിനും പ്രേമബന്ധത്തിനും സെക്ഷലായ ബന്ധങ്ങൾക്കും എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് വശീകരിക്കാൻ കഴിയും, നമ്മളെ സ്വാധീനിക്കാൻ കഴിയും, ഒരു വടംവൽ നടത്താൻ കഴിയും. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയുക എന്ന് പറയുന്നത്. യൗവനം എന്ന് പറയുന്നത് സെക്ഷലായ ആഗ്രഹങ്ങളുടെ ടൈമാണ്. പക്ഷെ ആ ശരീരത്തെ ആരാണോ വിധേയപ്പെടുത്തുന്നത്, they are going to shine for him. നിങ്ങൾ ആരെങ്കിലും പറയുന്നു, ബ്രദറെ എന്നെ കൊണ്ട് ആ മേഖലയിൽ ജയിക്കാൻ, ഡോണ്ട് വറി, he will help you. ഞാൻ വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധനായതല്ല, എന്നെ ദൈവം സഹായിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക. കണ്ണുകളടച്ചാട്ടെ.
നിങ്ങൾക്ക് എന്താണോ കർത്താവിനോട് സംസാരിക്കാൻ തോന്നുന്നത് സംസാരിച്ചാട്ടെ. But this is your day. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്നെ മീറ്റിങ്ങുകളിൽ ഒരു കാര്യം കണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ചെന്ന ആളുകൾക്ക് എനിക്ക് പകരം വേറെ ആളെ കാണും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ആരെങ്കിലും ആ കാര്യം നോട്ടീസ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടോ? വെരി സിമ്പിളാണ്. പണ്ടത്തേക്ക് പൊസഷൻ കൂടുതലാണ്. സോ സിമ്പിൾ. ബ്രദറിനെ പണ്ട് കർത്താവിന് കിട്ടിയതിനൊക്കെ കുറച്ചും കൂടെ കർത്താവിന് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുവായിരുന്നു, കുറെ കൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. എനിക്ക് പകരം വേറൊരാൾ ഒന്ന് സംസാരിക്കും. ബെൻഹിൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു CD-യിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ശുശ്രൂഷയിൽ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, കുറച്ചു നേരം നീ മാറി നിൽക്കുക, ഞാൻ സംസാരിക്കട്ടെ എന്ന്. അദ്ദേഹം മാറി നിന്നു. ആളുകൾക്ക് മനസ്സിലായി ബെൻഹിനെ പോലെ വേറൊരാളവിടെ നിൽക്കുന്നു, അദ്ദേഹം അവിടെ നിൽക്കുന്നു. ആ ആള് സംസാരിക്കുന്ന അവർ കണ്ടു. Now I know how is it. എന്നാ സന്തോഷം അതൊക്കെ അല്ലേ? ഈ ലോകത്തിൽ ഒരു ശക്തിക്കും, ഒരു സ്വാധീനത്തിനും, ഒരു സെക്സിനും, ഒരു മോശം സിനിമയ്ക്കും, നിന്നെ ഇമോഷനാക്കുന്ന യാതെങ്കിലും കാര്യത്തിനും ഒന്നും ഇത് തരാൻ കഴിയത്തില്ല. It is a divine joy. It is a divine pleasure. നിങ്ങൾക്ക് മുട്ടുകുത്താൻ തോന്നുമെങ്കിൽ മുട്ടുകുത്താം, നിൽക്കാൻ തോന്നുമെങ്കിൽ നിൽക്കാം. നമ്മൾ അല്പനേരം കണ്ണുകൾ അടച്ച് കർത്താവിനോട് കൂടെ സംസാരിക്കുക. എൻ്റെ കൂടെ ഇരിക്കുന്ന താഴെയോ മേളിലോ എവിടെയെങ്കിലുമൊക്കെ ലീഡേഴ്സായി വർക്ക് ചെയ്യുന്നവർ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചർച്ച ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വയ്ക്കുക. ടോക്ക് ടു ഹിം. ടോക്ക് ടു ഹിം. ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, നിൽക്കേണ്ടവർക്ക് നിൽക്കാം, മുട്ടുകുത്തേണ്ടവർക്ക് മുട്ടുകുത്താം. ഹൗ യു ഫീൽ യു ക്യാൻ. കമണ്ട് കിടക്കുന്നവർ കമണ്ട് കിടക്കാം. അപ് ടു യു. ഇറ്റ് ഈസ് എ ഡേ ഫോർ യു. ഇപ്പം നിങ്ങൾ ആരും രോഗശാന്തിക്ക് വേണ്ടിയും ദൂത് പറയാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ശരീരം നിന്റെ ആലയമാ. ഈ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഒന്നില്ലാതെ എൻ്റെ എല്ലാ അവയവങ്ങളും, എൻ്റെ എല്ലാ ശാരീരിക ഭാഗങ്ങളും, എൻ്റെതായ എല്ലാം നിന്റെ കൺട്രോളിൽ വരുന്നതിനെ ഞാൻ വിധേയപ്പെടുന്നപ്പാ. സകരോ ലാൻഡരനിയാന്തലകബോ ലിസുനോറിയാന്തകസലകബ റാന്തനീനകോസിലയാന്തലകോ. പരിശുദ്ധാത്മാവേ, കരയാൻ തോന്നുന്നവർക്ക് കരയാം, പ്രാർത്ഥിക്കാൻ തോന്നുന്നവർക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ I can see the power of God is moving. Hallelujah. The Shekinah glory, the Shekinah and glory is moving. നിങ്ങൾ ചിലര് ചിറകിൻ്റെ കീഴിൽ ഇരിക്കുന്നത് പോലെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഇരിക്കുന്നത് എനിക്ക് കാണാം. ചിലരെ ഒരു പുതപ്പ് മൂടുന്നത് പോലെ സാന്നിധ്യം മൂടുന്നത് കാണാം. ചിലരെ ഒരു മഞ്ഞുമേഘം മൂടുന്നത് പോലെ മൂടുന്നത് കാണാം. അവർക്ക് ആർക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളെ ഇനി ആരും കാണത്തില്ല. ജോൺ ദാരുവിനെ ഇനി ആരും കാണത്തില്ല. പകരം എന്നിൽ വ്യാപരിക്കുന്ന യേശുവിനെ കാണും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വികാരങ്ങൾ സ്വാധീനിക്കുന്ന മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും പരിപൂർണമായും സ്വാതന്ത്ര്യമാകട്ടെ. Now
freedom in the name of Jesus. ശരീരങ്ങളോട് വാദിക്കുന്ന എല്ലാ ദുർശക്തികളും നസ്രാനായ യേശുവിന്റെ നാമത്തിൽ, എല്ലാ വൈകാരിക തലങ്ങളിൽ നിൽക്കുന്ന, സെക്ഷലായ കാര്യങ്ങളിൽ നിൽക്കുന്ന എല്ലാ ദുർശക്തികളും വ്യക്തികളെ ഇപ്പോൾ വിട്ടുപോകട്ടെ. വ്യക്തികളിൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. I chase him out now. പുറത്തുപോ. ഇപ്പോൾ I command the evil to lose now. Thank you. Thank you, Jesus. Thank you, Jesus. Taking the control, Lord. Thank you, Jesus. Yeshua. എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് ആ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് സാധിക്കുന്നവരെല്ലാം മുമ്പിലോട്ട് വന്നാട്ടെ. സാധിക്കുന്നവരെല്ലാം മുമ്പിലോട്ട് വന്നാട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം, നിങ്ങളുടെ ലൈഫിൻ്റെ നിയന്ത്രണം? ഫ്രം ടുഡേ യു ആർ ഗോയിങ് ടു സീ എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഞാൻ നിങ്ങളോട് ദൂതുവായി പറയട്ടെ, ആരോ ഒരാൾ നിങ്ങളോടൊപ്പം നടക്കുന്നത് പോലെ അനുഭവിക്കണം. നിങ്ങളോട് ഞാൻ പറയാം, ആരോ ഒരാൾ എൻ്റെ ഒപ്പം നടക്കുന്നു. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുമോ? കുറച്ചും കൂടെ കസേര പുറകോട്ട് തള്ളിയിട്ടാലും കുഴപ്പമില്ല, ആളുകളൊന്ന് മുന്നോട്ട് വന്നു നിന്നാൽ സന്തോഷമാവും. ഹല്ലേലൂയ. ആരോ ഒരാൾ എൻ്റെ ഒപ്പം നടക്കുന്നത് മനസ്സിലാകുമോ? ആരോ ഒരാളല്ല, അത് പരിശുദ്ധാത്മാവാണ് നിങ്ങളോടൊപ്പം നടക്കുന്നത്. ഇന്നു മുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആഗ്രഹിച്ചേ, അങ്ങനെ ആഗ്രഹിച്ചേ. ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഒരേ ഒരു ആഗ്രഹം. ഇനി മുതൽ ഈ ശരീരത്തിൻ്റെ ഫുൾ കൺട്രോൾ ദൈവമാണ്. അതിനായി വിധേയപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ നിയന്ത്രിക്കാനൊന്നും കഴിയത്തില്ല, കർത്താവാ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളതിനെ സബ്മിറ്റ് ചെയ്താൽ മതി, സമർപ്പിച്ചാൽ മതി. ഞാൻ നിങ്ങളോടൊരു ദൂത് പോലെ പറയട്ടെ, നിങ്ങൾ കർത്താവിനായി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുഴകൾ മാറിപ്പോകും, നിങ്ങളുടെ ട്യൂമറുകൾ മാറിപ്പോകും, നിങ്ങളുടെ കണ്ണുകൾ കാഴ്ചയിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ചെവി തുറക്കാൻ തുടങ്ങും. നിങ്ങളുടെ കിഡ്നികൾ സൗഖ്യമാകാൻ തുടങ്ങും. നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ സൗഖ്യമാകാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫ് മുഴുവൻ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങും. സ്വർഗം നിങ്ങളുടെ ശരീരത്തെ തൊടുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടി അസൗഖ്യമാകുന്നത്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെതാകുമ്പോൾ പിശാചിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഉറങ്ങാനായി 2 ടാബ്ലറ്റിൽ കൂടുതൽ കഴിക്കുന്ന ആരൊക്കെയോ എനിക്ക് കാണാം. ഉറങ്ങാനായി 2 ടാബ്ലറ്റ് കൂടുതൽ കഴിക്കുന്ന ആരൊക്കെയോ എനിക്ക് കാണാം. ആ ഉറക്ക ഗുളിക മാറുകയാണ്. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങും. നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് ദൈവം തരുന്ന ദാനങ്ങളിൽ ഒന്നാണ്. ഇന്നു മുതൽ നിങ്ങൾ സുഖമായി ഉറങ്ങും. കാര്യങ്ങളൊന്ന് ഉയർത്തിയിട്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് സംസാരിച്ച് പരിശുദ്ധാത്മാവേ, ഈ ഹോളിൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന, എന്റെ ശബ്ദ പരിധിയിൽ നിൽക്കുന്ന എല്ലാവരിലും അങ്ങയുടെ ആത്മാവിന്റെ അനുഭവം ഒഴുകട്ടെ, നിയന്ത്രണം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് നിങ്ങളെ നിയന്ത്രിക്കാനാണെങ്കിൽ ഇവന്റെ ഉള്ളിൽ നിൽക്കുന്ന ദൈവസാന്നിധ്യം നിങ്ങളോട് സംസാരിക്കാനാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. സീരിയസ്ലി
രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. മിക്കവാറും ആളുകൾക്ക് ഇതിനകത്ത് അങ്ങോട്ട് സംസാരിക്കുന്നതാണ് വേണ്ടത്. പക്ഷെ നമുക്ക് അതല്ല ആദ്യം വേണ്ടത്. നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവശക്തിയാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ മറ്റേത് പിന്നീട് തനിയെ ഒഴുകിക്കൊള്ളും. എൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണായാൽ, യേശുവിൻ്റെ കണ്ണുകളായാൽ, എൻ്റെ നാവ് യേശുവിൻ്റെ നാക്കുകളായാൽ, പിന്നെ എൻ്റെ വാക്കുകളെല്ലാം അത്ഭുതങ്ങളായിരിക്കും. എൻ്റെ വാക്ക്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി പ്രവചിക്കുക, രോഗശാന്തി അതല്ല ആകേണ്ടത്. ശരീരം യേശുവിൻ്റെ ആലയം, ഇത് ദൈവത്തിൻ്റെ മന്ദിരം, ദൈവം നിയന്ത്രിക്കുന്ന ആലയം. Come on, come on, come on, come on. ഇത് ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആലയം. അതായിരിക്കട്ടെ പ്രയോറിറ്റി. ദൈവശക്തി വ്യക്തികളിൽ നിറയട്ടെ. ആത്മ നിറവുണ്ടാകട്ടെ. ശക്തിയുടെ അനുഭവം ഉണ്ടാകട്ടെ. അടുത്ത ലെവലിലേക്ക് വാ ഫ്രണ്ട്സി, അടുത്ത ലെവലിലേക്ക് വാ, അടുത്ത നിലവാരത്തിലേക്ക് വാ. അടുത്തതിലേക്ക് കടക്കാം, അടുത്തതിലേക്ക് കടക്കാം. ഒരു പടി കൂടെ പൊസിഷൻ, ഒരു പടി കൂടെ. നിങ്ങളുടെ വിധേയത്വം നിങ്ങളുടെ ശുശ്രൂഷകളിൽ പ്രതിഫലിക്കും. നിങ്ങളുടെ വിധേയത്വം, നിങ്ങളുടെ ഹൃദയത്തിലെ താല്പര്യം, അവന്റെ കൃപ. ഞാൻ മുഴുവനായി വിധേയപ്പെട്ടുകൊണ്ട് എല്ലാം ഉണ്ടായെന്ന് ഞാൻ പറയാൻ ആളല്ല. ഇതുവരെ അവന്റെ കരുണയാണ്. പക്ഷെ മനസ്സിലായി, വിധേയപ്പെടുന്നതിനനുസരിച്ച് അവൻ എന്നിൽ മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. വിരലുകൾ, നഖങ്ങൾ, ചുണ്ടുകൾ, വായുകൾ, നാവ്, പല്ല് എന്ന് പറഞ്ഞ ഒരു ഭാഗവും അവൻ്റെതല്ലാതിരിക്കണ്ട. അവനായിരിക്കട്ടെ മുഴുവൻ നിയന്ത്രണവും. അനിവാസിയുള്ളവർ അനിവാസിയിൽ ശബ്ദമുയർത്തുന്നവർ ശബ്ദമുയർത്തി യേശു എന്ന് വിളിക്കുന്നവർ യേശു എന്ന് വിളിച്ച് യേശുവേ, ഈ പകൽ ചിലരുടെ മേൽ പുതിയ കൃപാവരങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഫാമിലിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ദൂതനെ കണ്ടു. ഞാൻ ആ ദൂതനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, രാജ്യങ്ങളുടെ വാതിലുകൾ, സംസ്ഥാനങ്ങളുടെ വാതിലുകൾ. യെശയ്യാപ്രവചനം 45:1 നിങ്ങളുടെ താമ്രവാതിലുകൾ ഞാൻ ഒടിച്ചു കളയും, ഇരുമ്പ് ഓടാമ്പലുകൾ ഉടച്ചു കളയും. പക്ഷെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, രാജ്യങ്ങളുടെ വാതിലുകളാണ്. രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേഷനുകളുടെ വാതിലുകളാണ്. എൻ്റെ കൂടെ ഉണ്ടോ? പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു ഏഞ്ചലിക്ക് വിസിറ്റേഷൻ ഉണ്ടായി. എനിക്ക് മനസ്സിലായി, അത് ബിസിനസ്സിൻ്റെ വാതിലുകൾ രാജ്യങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കുന്ന ദൂതനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ബിസിനസ്സുകൾ രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഈ ദൈവത്തിന്റെ ഫേവറിന്റെ പ്രത്യേകത അറിയാമോ? ഒരു പരിചയമില്ലാത്ത ആളുകൾ ലോക രാജ്യങ്ങളിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് നന്മയുമായി കടന്നു വരും. നീ എവിടാ? അവൻ പറയും, രാജ്യത്തിന്റെ ഒരു വലിയ സമ്പത്തുമായി ദൈവം തെരഞ്ഞെടുത്ത ശലോമോന്റെ അടുക്കലാണ്. ഷേബ എവിടേക്കാ? ശലോമോന്റെ അടുക്കലേക്കാണ്. എന്താ കാര്യം? ഫേവർ വ്യാപരിക്കാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ധനം വരാൻ തുടങ്ങും. രാജ്യങ്ങളിൽ നിന്ന് നന്മ വരാൻ തുടങ്ങും. ലോക രാജ്യങ്ങൾ ഓപ്പൺ ആകാൻ തുടങ്ങും. ഈ സഭയോട് എനിക്ക് പറയാനുള്ള, ലോക രാജ്യങ്ങൾ ഓപ്പൺ ആയിരിക്കുകയാണ്. ഫേവർ ഒഴുകുന്നു, ബിസിനസ്സുകൾ ഒഴുകുന്നു,
നിങ്ങളുടെ പുറകെ ദൈവദൂതന്മാർ ചിലത് ചെയ്തെടുക്കുന്നു. I believe it. I believe it. നാളെ മുതൽ നിങ്ങളുടെ ഓഫീസിൽ വ്യത്യാസം ഉണ്ടാകും. നാളെ മുതൽ നിങ്ങളുടെ ബിസിനസ്സിൽ വ്യത്യാസം ഉണ്ടാകും. നാളെ ചിലത് പുറത്തു വരും. നാളെ ചിലത് യാഥാർത്ഥ്യമാകും. നാളെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നു. ഞാൻ മറ്റന്നാളെന്ന് പറഞ്ഞില്ല, നാളെ. അടുത്ത ആഴ്ച നിങ്ങളിൽ ആരെങ്കിലും അനുഭവിച്ചുവെങ്കിൽ നിർബന്ധമായി സാക്ഷ്യം പറയണം. എനിക്കറിയാം നാളെ ചില സംഭവിക്കും. നാളെ 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 മറ്റന്നാളല്ല, നാളെ നാളെ ചിലത് ചിലരുടെ കൈകളിലേക്ക് ഒഴുകുകയാണ്. ചിലത് ഒഴുകുകയാണ്. ചിലത് ഒഴുകുകയാണ്. നാളെ ചിലത് ഒഴുകുകയാണ്. പുതിയ പ്ലാനുകൾ ഒഴുകുകയാണ്. പുതിയ സംരംഭങ്ങൾ ഒഴുകുകയാണ്. പുതിയ അനുഗ്രഹങ്ങൾ ഒഴുകുകയാണ്. പുതിയ ശുശ്രൂഷകൾ ഒഴുകുകയാണ്. എനിക്ക് ചിലരെ നോക്കി പ്രവചിക്കാൻ തുടങ്ങുക. എനിക്ക് തോന്നുക നിങ്ങളുടെ ശുശ്രൂഷ രീതികൾ മാറുകയാണ്. നിങ്ങളുടെ മിനിസ്ട്രിയുടെ രീതികൾ മാറുകയാണ്. നിന്റെ അധികാരത്തിന്റെ നിലവാരം മാറുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ എവിടെ ചെന്നാലും ആളുകൾക്കുണ്ടാവുന്ന ഒരു അനുഭവം, സ്റ്റേജിലേക്ക് വരുമ്പോൾ യേശുവിനെ കാണുന്നു. ചില ആളുകൾ പറയും ദേഹം വിറയ്ക്കുന്നു, പിന്നെ ഒരു സ്റ്റേജിലേക്ക് വന്നേ ഉള്ളൂ. എന്നോട് കർത്താവ് പറഞ്ഞു, ഇനി അതിനെ അളവ് വർദ്ധിക്കും. ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നിങ്ങളുടെ മിനിസ്ട്രിയിലെ അളവ് വ്യത്യാസം വരും. എഴുതി വെച്ചോ. ഈ ആഴ്ചയിലെ സെൽ ഗ്രൂപ്പ് വ്യത്യാസമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ശുശ്രൂഷ വ്യത്യാസമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. From today, എനിക്ക് ദൈവദൂതന്മാരെ കാണാം. എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ എനിക്ക് കാണാം. ചിലരെ അവിടേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാണാം. ആ ഏഞ്ചലിൻ്റെ പ്രത്യേകത എനിക്കറിയാം. അത് ക്രൗൺസുമായി വരുന്ന ഏഞ്ചലാണ്. എന്നോട് കർത്താവ് പറയുക, ചിലർക്ക് പുതിയ കിരീടങ്ങൾ പങ്കുവെക്കുന്നു. എന്ന് പറഞ്ഞാൽ ചിലർക്ക് പുതിയ പദവികൾ ദൈവം തരുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ. നമ്മൾ പിതാവിന്റെ വലതുവശത്ത് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവോ? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മുകളിൽ ഇരിക്കുന്ന തലയായ അവന്റെ അടുക്കൽ നമ്മൾ എന്ത് ചെയ്യുവോ? അവനോട് കൂടെ ആയിരിക്കുവോ? അവനോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ നിങ്ങൾക്ക് മനസ്സിലായോ? അവന്റെ സിംഹാസനം നമ്മളോട് പങ്കുവച്ചിരിക്കുക. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ദുബായ് പ്രിൻസ്, അതിൻ്റെ മകൻ, അടുത്ത കിരീടാവകാശി, അദ്ദേഹം ദുബായിൽ നിന്ന് ഇന്ത്യയിൽ വന്നിരുന്നു. നിങ്ങൾക്കറിയാവോ? അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജസിംഹാസനം കൂടെ കൊണ്ടുവന്ന് കാണുമായിരിക്കുമോ? പറഞ്ഞേ ഇല്ല, കൊണ്ടുവന്ന് കാണത്തില്ല. ഇരിക്കുന്ന ചെയർ എന്ന് പറയുന്നത്, ഇരിക്കുന്ന ചെയറിനെ കുറിച്ചല്ല കാണിക്കുന്നത്, അധികാരത്തെയാ. ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കസാര കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരിക്കലായി ദൈവം എന്നെ പ്ലേസ് ചെയ്താൽ, that is my authority. ചിലരെ പുതിയ സ്ഥാനങ്ങളിൽ ദൈവം ഈ ദിവസം ആക്കുകയാണ്. New crowns, new positions, new crowns, new positions. Now, 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 now. Father, I release പുതിയ പൊസിഷനുകൾ, പുതിയ സ്ഥാനമാനങ്ങൾ. നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാം? സ്പിരിച്വലായി ചിലരെ അടുത്ത ചില സ്ഥാനമാനങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകട്ടെ. ഒന്നുകൂടെ ഞാൻ പറയുവാ,
സ്പിരിച്വലായി ചിലരെ അടുത്ത ഒരു സ്ഥാനമാനങ്ങളിലേക്ക് കൊണ്ടുപോട്ടെ. ന്യൂ പൊസിഷൻസ്. എന്നെ സോളി കാണിക്കുന്ന ഒരു വെളിപ്പാട് പറയട്ടെ. ഒരു ക്രൗൺ, അതിന്റെ കീഴിൽ ആരുമില്ല. അത് ഈ ഓഡിറ്റോറിയത്തിന്റെ മേളിലുണ്ടെന്ന് വിചാരിച്ച അത് ആ ഓഡിറ്റോറിയത്തോട് മേൽ പതുങ്ങിയായിരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോഴേ ഒരു കൂട്ടം ദൈവദൂതന്മാർ വന്ന് ആ ക്രൗണിനെ ഇങ്ങനെ മെല്ലെ ലിഫ്റ്റ് ചെയ്യുകയാണേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ചുറ്റുപാടുള്ള ആളുകൾക്ക് പോലും കാണാൻ കഴിയാത്തത് ദൂരെ നിന്നാൽ അവിടെ എന്തോ ഉയർന്നു വരുന്നുണ്ട്. ദൂരെ നിന്ന് നോക്കി അവിടെ എന്തോ ഉയർന്നു വരുന്നുണ്ട്. ഇത് ട്രിവാൻഡ്രത്തോടുള്ള പ്രവചനമാണ്. ഇന്ത്യ മഹാരാജ്യത്തോടുള്ള പ്രവചനമാണ്. അവിടെ എന്തോ ഉയർന്നു വരുന്നു. ഒരു പുതിയ അധികാരത്തിന്റെ സിംഹാസനം ഉയർന്നു വരുന്നു. ഒരു പുതിയ ക്രൗൺ ഉയർന്നു വരുന്നു. ഞാൻ ഈ പറയുമ്പോ നിങ്ങൾക്കും അത് കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളൊരു കരം ഉയർത്തിക്കേ. ഞാനിത് പറയുമ്പോ കണ്ടോണ്ടിരുന്നവരുടെ കരം ഉയർത്തിക്കേ. There is a great move of God is going to take place. Shiranaro Shiranaro Lanara Kasaloko. Thank you, Jesus. Thank you, Jesus. Father, ഇവരിന്നു മുതൽ പ്രവചിക്കട്ടെ. ഇന്നു മുതൽ രോഗികളെ സൗഖ്യമാക്കട്ടെ. ഇവർ ഭൂതങ്ങളെ പുറത്താക്കട്ടെ. പുതിയ ഭാഷകളിൽ സംസാരിക്കട്ടെ. ഇവരുടെ റെവലേഷനുകൾ മാറട്ടെ. ഇവരുടെ ചിത്രങ്ങൾ മാറട്ടെ. ഇവരുടെ ബിസിനസ്സുകൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇവരുടെ ടേൺ ഓവറുകൾ ബില്യൺസുകളിലേക്ക് വരട്ടെ. ബില്യൺസ് ഇവരുടെ കൈകളിലേക്ക് വരട്ടെ. രാജ്യങ്ങളുടെ വസ്തുവകകൾ ദൈവമക്കളുടെ കയ്യിലാകട്ടെ. പട്ടണങ്ങൾ നിയന്ത്രിക്കുന്നത് ഇവരിൽ ചിലരാകട്ടെ. രാജ്യങ്ങളെ ചിലർ നിയന്ത്രിക്കുന്നവർ ഇവരിൽ ചിലരാകട്ടെ. From today, കർത്താവ്, നീ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. അവിടുത്തെ അത്ഭുതത്തിനായി നന്ദി. In Jesus' name.